ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെസ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +2 ഫിസിക്സിലെ നമ്മുടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ചെയ്യും, അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതെന്താ വെച്ചാൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ഫ്ലോയിൽ എടുത്തു പോവാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ഞാനൊരു സ്റ്റുഡൻ്റാണ് നിങ്ങളെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് അതിൻ്റെതായ കുറേ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറേ ക്ലാസ് എടുക്കുമ്പോൾ ഇതാണെങ്കിൽ വലിയ പാർട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു പാർട്ട് 5-ാമത്തെ, കാരണം ഇതിലാണ് ഗോസസ് ലോയും മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് പതുക്കെ സംസാരിക്കും, വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ ശബ്ദം കുറയുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഇന്ന കാരണം കൊണ്ടാണ്. ഇങ്ങനെ കുറേ പാർട്ട് എടുക്കുമ്പോൾ അതിൻ്റെതായ അസ്വസ്ഥയും കാര്യങ്ങളും എനിക്ക് വരും. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തന്നെ തീരൂ, കാരണം നിങ്ങൾ പഠിച്ചേ തീരൂ. അതെൻ്റെ ഒരു വാശിയാണ്. അപ്പം എന്ത് ചെയ്യുക, ഇതിൽ നമ്മളെല്ലാ കാര്യങ്ങളും മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വേഗം ലാഗ് അടുപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് നല്ല 4-5 മാർക്ക് ഷുവറാണ് ഈ ഒരു പാർട്ട് കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഇത് 5 മാർക്ക് നിങ്ങൾക്ക് വേണോ എന്നാൽ പോര്. അപ്പം അത്ര മാർക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത്, 5 മാർക്ക് തന്നെ വളരെ വലുതാണ്. അപ്പം വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക്. സോ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് 5 നമ്മുടെ ലാസ്റ്റ് പാർട്ടിലെ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണിത്. അപ്പം ഇത് കുറച്ച് ലെങ്ത് ആവും, കാരണം ഇതിൽ നമ്മൾ ഗോസസ് ലോയും മറ്റു കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇത് കുറച്ച് ലെങ്ത് ആവും. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്കുമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇത് പഠിച്ചാൽ ഇനിയുള്ള ഗോസസ് ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ഗോസസ് ലോ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇലക്ട്രിക് ഫ്ലക്സ് അറിയണം, അതിൻ്റെ ഇക്വേഷൻ അറിയണം. അത് വെച്ചാണ് ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷൻസ്, അതിൻ്റെ പ്രൂഫ് എല്ലാം നമ്മൾ ചെയ്യുക. അപ്പം ഗോസസ് ലോ അറിയണമെങ്കിൽ ഇതറിഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ അറിയണടാ, നമ്മൾ ഇത്ര കാലം ഏരിയനെ കുറിച്ച് പറഞ്ഞു. അപ്പം നമ്മൾ എന്തായിട്ട് എടുത്തത്, ഏരിയക്ക് പ്രത്യേക ഡയറക്ഷനോ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറയാറ് എന്താണ്, 10 മീറ്റർ സ്ക്വയർ, 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, 10 മില്ലിമീറ്റർ സ്ക്വയർ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അതായത് എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന് ഡയറക്ഷൻ ഇത്ര കാലം പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾ +2 എത്തിയാൽ ഉറപ്പിച്ചോ, എന്താണ് ഏരിയ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഏരിയ എന്താണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, സ്കേലാർ ക്വാണ്ടിറ്റി അല്ല. ഏരിയക്ക് ഒരു പ്രത്യേക ഡയറക്ഷന് കൂടെ ഉണ്ട്. ആ ഡയറക്ഷനെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുന്ന സർഫസ് ഇതാണെന്ന് വിചാരിച്ചോ. ഈ സർഫസിന്റെ ഏരിയ എത്ര ആയിക്കോട്ടെ, അപ്പം ഈ ഒരു സർഫസിന്റെ ഏരിയ ഇപ്പം എത്ര ആയിക്കോട്ടെ, ഏരിയന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിക്കോട്ടെ, ഈ ഒരു സർഫസിന്റെ ഡയറക്ഷൻ ഇത്രയുള്ള ഈ സർഫസിനോട് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. ഈ സർഫസിനോട് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ആണ്. ഈ സർഫസിനോട് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. ഈ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരക്കൂല പുറത്തേക്ക്, അതാണ് ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയി പുറത്തേക്ക് ഒരു ലൈൻ വരച്ചാൽ അതാണ് അതിന്റെ ഡയറക്ഷൻ. എന്താണ്, ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രത്യേകം ഓർക്കണം. അപ്പൊ ഏതൊരു ഏരിയ എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ അത് എങ്ങോട്ടായിരിക്കും, 90 ഡിഗ്രിയിൽ പുറത്തേക്കായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇത്ര കാലം സ്കേലർ എടുത്തു, അതിന് കാരണം എത്രയോടാ, ഇപ്പൊ എന്താ കാണിച്ചത് നിങ്ങൾക്ക് ഒരു സാധനമുണ്ട് നോക്കിയടാ, അതിന് കാരണം എത്രയേ ഉള്ളൂ. നോക്കിക്കോ, ഇതും ഒരു സർഫസ് ആണല്ലോ. ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിന്റെ മൊത്തം ഏരിയ, ഈ സർഫസിന് മൊത്തത്തിൽ ഒരു ഏരിയ ഉണ്ടാവില്ല. ഈ ഏരിയ മൊത്തം ഏരിയ കൂട്ടിക്കഴിഞ്ഞാല് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് കാരണം എത്രയുള്ള, നിങ്ങൾ ഒറ്റ സർഫസ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ, ഒറ്റ ഭാഗം മാത്രം, ഒരു ചെറിയ സർഫസ് മാത്രം എടുക്കുന്നെങ്കിൽ അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. കാരണം അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് പുറത്തേക്ക്. ഇനി ഇപ്പുറത്ത് എടുക്കുകയാണെങ്കിലോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക്, ഇതും ഈ ഡയറക്ഷൻ ക്യാൻസൽ ആയി പോരടാ. അതുപോലെ തന്നെ ഇവിടെ എടുത്താലും അത് ക്യാൻസൽ ആയി പോരടാ. ഇവിടെ എടുത്താലും അത് ക്യാൻസൽ ആയി പോരടാ. മൊത്തം സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല, എല്ലാ ഡയറക്ഷനും ക്യാൻസൽ ആയി പോകും. എന്നാൽ ഒറ്റ സർഫസ് മാത്രം, ഒരു ചെറിയ സർഫസ് മാത്രം എടുക്കുന്നെങ്കിലോ, ഒരു ചെറിയ പോയിന്റ് എടുക്കുകയാണെങ്കിലോ അതെന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ഇവിടുന്ന് മേലേക്കാണ്, ഇവിടുന്ന് താഴേക്കാണ്, പിന്നെന്താ ഇവിടുന്ന് സൈഡിലേക്കാണ്, ഇവിടുന്ന് എന്ത് വന്നാലും പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് ആണ്. ഇതാണ് ഏരിയന്റെ കാര്യത്തിൽ പറയാനുള്ളത്. എങ്ങനത്തെ ഏരിയ ആണ്,
മൊത്തം ഏരിയ എടുക്കുകയാണെങ്കിൽ എന്താണ് അത് സ്കേലർ ക്വാണ്ടിറ്റി ആണ്. എന്നാൽ ചെറിയ ഏരിയ എടുക്കുകയാണെങ്കിൽ അതെന്താണ് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് എന്ന് പറഞ്ഞാൽ മതി. ഇനി എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് പഠിച്ചു. ഒരു ചാർജ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിനെ വരച്ച് കാണിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഞാനൊരു സർഫസ് എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് സർഫസ് ആണെങ്കിൽ സർഫസ് ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിന്റെ സർഫസ് ഏരിയ എസ് ആണെങ്കിൽ ഇതിലൂടെ ഈ ഒരു സർഫസിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഇപ്പുറത്ത് കുറച്ച് ചാർജ് വെക്കുകയാണ്, ഒരു +q ചാർജ് വെക്കുകയാണ്. അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നോടാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അങ്ങനെ ഈ പുറത്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരും. അങ്ങനെ പുറത്തു വരുന്ന ചാർജ് ഈ സർഫസിലൂടെ, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, അങ്ങനെ പുറത്തു വരുന്ന ചാർജ് ഈ സർഫസിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ, ഈ സർഫസിലൂടെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ എത്ര എണ്ണം പാസ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. ആ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എന്തെന്ന് പറയും, φe എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിക്കുക. φ ഇട്ടിട്ട് ഒരു ഇ, അവിടെ ഇ വരാൻ കാരണം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കും, മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ അവിടെ അവിടെയും φ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആണെന്ന് അറിയാൻ വേണ്ടി φe എന്ന് സൂചിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. ഇലക്ട്രിക് ഫ്ലക്സ് ആണെന്ന് അറിയാൻ വേണ്ടി അത് സൂചിപ്പിക്കുന്നു. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ വേറെ സൂചിപ്പിക്കും. ഓക്കെ ആണോ? അപ്പൊ എന്താണ്, നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിലൂടെ അല്ലെങ്കിൽ ആ ഏരിയയിലൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന, എങ്ങനെ പാസ് ചെയ്യണം, പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തെയാണെന്ന് പറയാ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാ. എണ്ണത്തെയാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാ. നിങ്ങൾ നോക്കിയോ, ഈ സർഫസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഈ സർഫസ് നിങ്ങൾക്ക് കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുക, പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ സർഫസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നോക്കിയേ, ഇപ്പൊ ഈ സർഫസ് നോക്കുമ്പോൾ ഈ സർഫസ് ഇങ്ങനെ ഇതിങ്ങനെ, അപ്പൊ അത് രണ്ടും 90 ഡിഗ്രി ഉള്ള, അപ്പൊ ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈൻസ് പോകുന്നത് ആണ്. അപ്പൊ സർഫസ് നിൽക്കുന്ന രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ എത്ര ലൈൻസ് പോകുന്നു, ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ, 1 2 3 4, ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് 4 ആണ്. ഓക്കെ ആണോ? അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സിന് നമ്മൾ എന്താ, φe is equal to എന്താണെന്നറിയോ, ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് സർഫസ് ഏരിയ, അല്ലെങ്കിൽ ഏരിയ എന്ന് സൂചിപ്പിക്കാറുണ്ട്, എ എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇലക്ട്രിക് ഫീൽഡിന്റെയും സർഫസ് ഏരിയയുടെയും സ്കേലാർ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. എന്ത് ഡോട്ട് പ്രോഡക്റ്റ്? ഇതെന്ത് ലൗച്ചിനായി, സോറി ഈ കുത്താണ്ടിട്ട് ഓരോരുത്തർ കമന്റ് ഇടും, അപ്പൊ ഞാൻ ശ്രദ്ധിച്ചാണ്. അപ്പൊ എന്താണ് നോക്കിക്കോ, എന്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഈ സർഫസ് ഏരിയ ആണ് എസ്, അതിന്റെ രണ്ടിന്റെയും എന്താണ് സ്കേലാർ പ്രോഡക്റ്റ് ആണ്, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അതെന്താണ് അതിനർത്ഥം എന്താ, സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2 വെക്ടർ ഗുണിച്ചപ്പോൾ ഇവിടെ കിട്ടിയ സാധനം സ്കേലാർ ആണ്. അതായത് ഇതെന്താണ്, φe എന്താണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. എന്ത് ക്വാണ്ടിറ്റി ആണ്, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ന്യൂട്ടൺ പെർ കൂളോംബ് ഇൻറ്റു എന്താണ് സർഫസ് ഏരിയ, ഏരിയയുടെ അത് തന്നെയാണ് സർഫസ് ഏരിയ എഴുതും, മീറ്റർ സ്ക്വയർ. ഇതിനെ തന്നെ നമ്മൾ എങ്ങനെ പറയാറുണ്ട്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. ഇത് തന്നെയാണതും, ഒന്ന് സെറ്റ് ആക്കി എഴുതുന്നുള്ളൂ. അപ്പൊ യൂണിറ്റും ഇത് ഏത് ക്വാണ്ടിറ്റി ആണെന്നും ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി എന്താണ്, ഇത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാണ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താണ്, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. കാരണം എല്ലാ തവണയും പരീക്ഷ പേപ്പറിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ വരും. എന്താണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയാൻ 2-3 ഓപ്ഷൻ തരും. അതിലൊന്ന് സെലക്ട് ചെയ്താൽ മതി. പിന്നെ എന്ത് നേച്ചറാണ് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, സ്കേലാർ നമ്മൾ പഠിച്ചു. കാരണം എന്താ, ഇതിന്റെയും സ്കേലാർ പ്രോഡക്റ്റ് ആണ് ഈ വരുന്ന സാധനം. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്, ഒരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്, അഥവാ നോർമൽ ആയിട്ട് എന്ന് കൂടി പറയാറുണ്ട്. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര ലൈൻസ് പാസ് ചെയ്യുന്നു, ആ പാസ് ചെയ്യുന്ന എണ്ണത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുക, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം എ ഡോട്ട് ബി നമ്മൾ എങ്ങനെ സൂചിപ്പിക്കാറുണ്ട്, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. എ ബി കോസ് തീറ്റ എന്നുകൂടെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇ ഡോട്ട് എസിനെ നമ്മൾ എങ്ങനെ പറയണം നോക്കിയേ, φe is equal to എന്താണ്, φe is equal to എന്താണ്, ഇ എസ് കോസ് തീറ്റ എന്നുകൂടെ പറഞ്ഞുകൂടാ, ഇ എസ് കോസ് തീറ്റ എന്നുകൂടെ എനിക്ക് പറഞ്ഞൂടെ. അപ്പൊ ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇത് പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗോസസ് ലോ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഫോർ സ്മോൾ സർഫസ്, എന്താടാ, ഫോർ സ്മോൾ സർഫസ്, ചെറിയ സർഫസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സർഫസ് ഏരിയ, ചെറിയ ഏരിയ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചെറിയ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇതുപോലെ തന്നെ ഇതിൽ തന്നെ നോക്കിക്കോ,
ഇത് മൊത്തം എസ് ആണെങ്കിൽ ഇവിടെ ഞാൻ ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യാണ് ഡി എസ്. വലിയ ഏരിയ എസ് ആണ്. നമ്മൾ കഴിഞ്ഞ നല്ലോണം പഠിച്ചിട്ടുണ്ട്. ചെറുതിനെ നമ്മൾ ഡി കൂട്ടി വിളിച്ചാൽ അതെന്താവും, വലുതിനെ ചെറുതാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഡി കൂട്ടി വിളിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വലിയ ഏരിയ എസ് ആണെങ്കിൽ ചെറിയ ഏരിയ എന്താണ്, ഡി എസ് ആണ്. അതുപോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ചെറിയ ഏരിയ ആണെങ്കിൽ അവിടെ കൂടി പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. എന്താണ്, അവിടെ കൂടി വലിയ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആവും പാസ് ചെയ്യുക, ചെറിയ എമൗണ്ട് ആവും. അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ഇവിടെ ഫൈ ആണെങ്കിൽ ചെറുതെന്ന് വിളിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഡി ഫൈ ഡി കൂട്ടി വിളിക്കും. അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ, കെ ക്യൂ ബൈ ആർ സ്ക്വയറിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കോൺസ്റ്റന്റ് തന്നെയാണ്. ഡോട്ട് അവിടുത്തെ സർഫസ്, ഇവിടുത്തെ സർഫസ് എസ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത സർഫസ് എന്താണ്, ഡി എസ് ആണ്. ചെറിയ സർഫസ് ആയി. എന്തൊക്കെയൊക്കെ ചെറുതായി, ഇലക്ട്രിക് ഫ്ലക്സും ചെറുതായി, ഡി എസും ചെറുതായി, ഈ അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ എന്താണ്, ഇതുപോലത്തെ നമ്മൾ എന്ത് ചെയ്യും, ഫോർ സ്മോൾ സർഫസ് ഏരിയ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുക്കും. ഇതിനെ തന്നെ നമ്മൾ ഇങ്ങനെ കൂടി പറയാറുണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്ന് കൂടി പറയാറുണ്ട്. അതായത് എന്താണ്, ഇതുപോലത്തെ ചെറിയ ഏരിയ കൂട്ടി വെച്ചിട്ടാണല്ലോ ഈ മൊത്തം എസ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കണേ. ഈ ചെറിയ ഏരിയ കൂട്ടി വെച്ചിട്ടാണല്ലോ മൊത്തം എസ് ഉണ്ടായത് ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഓരോ ചെറിയ സർഫസിലെയും ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിച്ചാൽ മതി. എന്താണ്, ഒരു സർഫസിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇപ്പൊ 3 വിചാരിച്ചോ, മൊത്തം കണ്ടുപിടിക്കാൻ ചെയ്യാൻ മതി. ഇതുപോലത്തെ ഓരോ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതെല്ലാം കൂട്ടി കൊണ്ടുപോയി, അഥവാ കൂട്ടുക എന്നുള്ളതിന് മറ്റൊരു പേരെന്താടാ, ഇന്റഗ്രേറ്റ് ചെയ്യുക. കുറെ കൂട്ടിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും. എന്തിനെ, ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ്, ഈ ചെറിയ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്താണ്, ഇ ഡോട്ട് ഡി എസ് ആണ്. അത് അങ്ങനെയാണെങ്കിൽ എല്ലാ സർഫസിലൂടെയും പാസ് ചെയ്യുന്നത് എന്താണ്, ഇന്റഗ്രൽ ഓഫ് ഇ ഡി എസ്. എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ചെറിയ സർഫസ് കൺസിഡർ ചെയ്തു. ഇതുപോലെ കുറെ ചെറിയ സർഫസ് കൂടി ചേർന്നാണ് മൊത്തം എസ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതായത് ഈ ചെറുതിലൂടെ പാസ് ചെയ്ത ഇ ഡോട്ട് ഡി എസ് ആണെങ്കിൽ ഈ മൊത്തം സർഫസിലൂടെ പാസ് ചെയ്ത എന്താ കൂടെ ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ആവും. ഓരോ ചെറിയ സർഫസ് കൂടി ചേർന്നാണ് എന്തുണ്ടായിട്ടുണ്ടാവുക, വലുതുണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. ഇനി എന്താണ്, ഫോർ ക്ലോസ്ഡ് സർഫസ് എന്ന് കൂടി ഒരു പരിപാടി ഉണ്ട്. ഫോർ ക്ലോസ്ഡ് സർഫസ് എന്താണെന്ന് അറിയോ, ക്ലോസ്ഡ് സർഫസ് ആകുമ്പോൾ ഇപ്പൊ ഈ സർഫസ് ക്ലോസ് അല്ല, അടഞ്ഞു കിടക്കല്ലേ ക്ലോസ്. അങ്ങനത്തെ സർഫസിന്റെ കേസിൽ ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒരു വട്ടം കൂടി ഇട്ട് കൊടുക്കും. മൊത്തം സർഫസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഇവിടെ ഒരു വട്ടം കൂടി ഇട്ട് കൊടുക്കും. അഥവാ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്നാ വായിക്കാറ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. എന്താണ്, ഇപ്പൊ നമ്മൾ 2-3 കാര്യം പറഞ്ഞു. എന്തൊക്കെ, ഞാൻ മെയിൻ ആയിട്ട് ഗോസസ് ലോക്ക് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. അപ്പൊ ഇതിന് ഞാൻ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാണ്. ഇത് പഠിക്കണം, നിങ്ങൾ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചാലേ ഗോസസ് ലോക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ഇലക്ട്രിക് ഫ്ലക്സ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ്ഡ് നോർമൽ ടു ദ സർഫസ്. ഈ പോയിന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരില്ല. ഇടക്കിടക്ക് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്, നോർമൽ ടു ദ സർഫസ്. പിന്നെന്താണ്, ഇതിന് മറ്റൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്, ഇറ്റ് ഈസ് ദ സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഏരിയ. എന്താ, സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആണ് ഇക്വേഷൻ. എന്താണ്, ഫൈ ഇ ഡോട്ട് എസ് ആണ്. അതിനകത്ത് നമ്മൾ എന്ത് വിളിക്കും, ഇ എസ് കോസ് തീറ്റ. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മൊത്തം ഏരിയക്ക് പകരം ചെറിയ ഏരിയ ആണെങ്കിൽ അവിടെ ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആവും. ഏരിയ ചെറുതാവും, അവിടെ കൂടി പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സും ചെറുതാവും. അപ്പൊ നമ്മൾ എന്താണ്, മൊത്തം ഈ സർഫസിലുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ചെയ്താൽ മതി, ഇതുപോലത്തെ ചെറിയ ഏരിയകൾ കൂട്ടി വെച്ചാൽ മതി. അപ്പൊ എന്താണ്, ചെറിയ ഏരിയകൾ കൂട്ടി വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയായിട്ട് വരിക, ഡി ഫൈ ഇ ദ ഇന്റഗ്രൽ ഇസ് ഈക്വൽ ടു എന്താടാ നോക്കിക്കോ, ഇന്റഗ്രൽ ഫൈ ഇ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇങ്ങനെയാ അത് ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഇക്വേഷൻ മാത്രം കാണിച്ചു തന്നുള്ളൂ. നോക്കിയേ, നോക്കിയേ, ഇന്റഗ്രൽ ഉണ്ടാവില്ല. നോക്കിയേ, ചെറിയ ഇലക്ട്രിക് ഫ്ലക്സ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ, വലിയ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വലിയ തെറ്റ് കിട്ടൂല. അതുപോലെ നിങ്ങൾ ചെയ്ത ചെറിയ ഇലക്ട്രിക് ഫ്ലക്സ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഡി ഫൈ എന്ന് പറയുമ്പോൾ ചെറുത് കൂടി ചെറിയ വലുത് കിട്ടി. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും ഇ ഡോട്ട് ഡി എസ്. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്താണ് ഇക്വേഷൻ. അതായത് മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഓരോ ചെറിയ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കൂട്ടിയാൽ മതി. അതാണ് കൺസെപ്റ്റ്. മൊത്തം സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ അതിലുള്ള ഓരോ ചെറിയ സർഫസിലൂടെയും പാസ് ചെയ്ത ഇലക്ട്രിക് ഫ്ലക്സുകൾ കൂട്ടി വെച്ചാൽ മതി. അത് ക്ലോസ്ഡ് സർഫസിൽ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. ഇലക്ട്രിക് ഫ്ലക്സ് എന്താ, എത്രത്തോളം നമ്പർ ഓഫ് ലൈൻസ് പാസ് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ഓഫ് ലൈൻസ് എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ട് നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്നു, അതിന്റെ എണ്ണത്തെയാണ് നമ്മൾ വിളിക്കുക. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഈ ഇക്വേഷൻ നിങ്ങൾ മറക്കാതെ എന്തായാലും പഠിച്ചു വെക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഗോസസ് ലോയിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൺസെപ്റ്റ് കൂടി പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് വേഗം ഗോസസ് ലോയിലേക്ക് പോവാം. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ചില അധികം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്, ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഇതും എന്തിനു വേണ്ടി പഠിക്കുന്നതാണ്, ഗോസസ് ലോയിൽ അപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കുന്ന കാര്യങ്ങളാണ്.
കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ചാർജുകൾ 3 വിധത്തിൽ എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മെയിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാടാ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ചാർജസിന് ഒരു വയറിൽ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാർജിന് ഒരു ഷീറ്റിൽ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതായത് സർഫസിൽ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു വോളിയത്തിൽ ഒരു ക്യൂബോ 3D കൊണ്ടുപോയിട്ട് 3 ഡയമെൻഷനൽ എന്തെങ്കിലും ആ ഒരു ഒബ്ജക്റ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ചാർജിനെ വിതരണം ചെയ്യാം, ചാർജിനെ ഇട്ട് വെക്കാം. അപ്പൊ എന്താടാ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഇത്രയേ ഉള്ളൂ. ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ ഓർ വയർ. ചാർജസിൽ എന്താണ്, ഒന്നെങ്കിൽ ഒരു ലൈനിന്റെ മേലെയോ വയറിന്റെ മേലെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയ ചാർജ് ക്യൂ ചാർജിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് എൽ ലെങ്ത്തിൽ ക്യൂ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഡെൻസിറ്റി ഉണ്ടാവില്ല, അവിടെ തിങ്ങിക്കുത്തലൊക്കെ ഉണ്ടാവില്ലേ, ഐ മീൻ അങ്ങനത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടെ ഉള്ള ഡെൻസിറ്റി വിളിക്കുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു നിങ്ങൾ ചാർജസിനെ കൊണ്ടുപോയിട്ട് വയറിലോ ലൈനിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഡെൻസിറ്റി ആണെന്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. അതിന്റെ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജ് ഡിവൈഡഡ് ബൈ ചാർജ് ഡിവൈഡഡ് ബൈ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ലെങ്ത്. ചാർജ് ഡിവൈഡഡ് ബൈ എന്താണ്, ലെങ്ത് ആണ്. ചാർജ് ഡിവൈഡഡ് ബൈ എന്താണ്, ലെങ്ത് ആണ്. അപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ റോ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. റോ ഇസ് ഈക്വൽ ടു റോ ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ എന്താടാ, റോ അല്ല, നമ്മൾ ലാംഡ വെച്ചാ സൂചിപ്പിക്കാറ്. ലാംഡ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ് ലാംഡ. ലാംഡ ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്യൂ, എത്ര ലെങ്ത് ക്യാപിറ്റൽ എൽ, ഇത്രയാണ്. അപ്പൊ എന്ത്, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇത്രയുള്ള പരിപാടി. ഇനി എന്താണ്, ഇതിന്റെ യൂണിറ്റും കൂടി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഇത്രയുള്ള, നോക്കിക്കോ, ചാർജിൻ്റെത് കൂളംബ്, ലെങ്തിൻ്റെത് മീറ്റർ, കൂളം പെർ മീറ്റർ. ഇനി നിങ്ങൾ ചാർജസിനെ കൊണ്ട് ഈ ഒരു സർഫസിൽ എന്റെ കയ്യിലൊക്കെ വെച്ച സർഫസ്, ഒരു സർഫസിലാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെങ്കിൽ അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഡെൻസിറ്റി ആണെന്ത്, സർഫസ് ചാർജ് ഡെൻസിറ്റി. എന്താടാ, സർഫേസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണ്, അതിന് നമ്മൾ അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വെച്ച് എത്രയാണോ സർഫസിൽ വെച്ച ചാർജ്, ആ ചാർജ് ഡിവൈഡഡ് ബൈ എന്താണെന്ന് അറിയോ, സർഫസ് ഏരിയ. സർഫസ് ഏരിയ, അതാണ് അതിന്റെ ഇക്വേഷൻ. നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. therefore സിഗ്മ ഇസ് ഈക്വൽ ടു എന്താടാ, ചാർജ് നമ്മൾ ക്യൂ ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് പെർ എസ് എന്ന് പറഞ്ഞ സർഫസ് ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. എസ് എന്ന സർഫസ് ഏരിയയിൽ ക്യൂ ചാർജ്, മൊത്തം ചാർജ് എത്ര, ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു എന്താടാ, ക്യൂ ബൈ എസ് ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, യൂണിറ്റ് എന്താ എനിക്ക് ചോദിക്കാറുണ്ട്. യൂണിറ്റ് എന്താടാ, കൂളം പെർ മീറ്റർ സ്ക്വയർ. ചാർജ് കൂളം, സർഫസിന്റെ മീറ്റർ സ്ക്വയർ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ചാർജിനെ നിങ്ങൾ വോളിയത്തിൽ അട്ട് വെച്ചെങ്കിൽ അവിടെയുള്ള ഡെൻസിറ്റി എന്താണെന്ന് അറിയോ, വോളിയം ചാർജ് ഡെൻസിറ്റി എന്നാണ് അവിടെയുള്ള ഡെൻസിറ്റിയുടെ പേര്. വോളിയം ചാർജ് ഡെൻസിറ്റി, അതിന്റെ ഇക്വേഷൻ എത്രയുള്ള, ചാർജ് ബൈ വോളിയം. ചാർജ് ബൈ വോളിയം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡെൻസിറ്റി ഇല്ലടാ, അതാണ് ചാർജ് ബൈ വോളിയം. അതാണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡെൻസിറ്റി അത് റോ എന്ന് പറഞ്ഞ അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ക്യൂ ബൈ വി, ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ. ക്യൂ എന്ന് പറഞ്ഞ ചാർജ്, വി എന്ന് പറഞ്ഞ വോളിയത്തിലിട്ട ക്യൂ ബൈ വി ആണ്. യൂണിറ്റ് എന്താടാ, യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. എന്താണ്, കൂളം പെർ മീറ്റർ ക്യൂബ്. കൂളം പെർ മീറ്റർ ക്യൂബ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ പറയാനുള്ളത്. നിങ്ങൾ ലൈനിൽ എൽ ലെങ്ത് ഉള്ള ലൈനിൽ ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അവിടെയുള്ള ഇക്വേഷൻ എന്താണ്, ക്യൂ ബൈ എൽ. അപ്പൊ അവിടെയുള്ള ചാർജ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എൽ ലെങ്ത്തിൽ എത്ര ഉണ്ട് ഡെൻസിറ്റി, ലാംഡയുടെ ഡെൻസിറ്റി. അപ്പൊ എന്താണ്, എൽ ഇൻറ്റു ലാംഡ ചെയ്താൽ ക്യൂ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, സിഗ്മ ഇൻറ്റു എസ് കണ്ടാൽ മതി. ഇവിടെ ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി, റോ ഇൻറ്റു വി ആണ്. വി വോളിയത്തിലുള്ള ചാർജ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഇതിനങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്, എസ് സർഫസ് ഏരിയയിലുള്ള ചാർജ് കാണാൻ വേണ്ടി ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എൽ ലെങ്ത്തിലുള്ള ചാർജ് കാണാൻ വേണ്ടി ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് അപ്പൊ കൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇത് പഠിച്ചാലേ നമുക്ക് ഗോസസ് ലോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ എന്തൊക്കെ വേണം, നിങ്ങൾ പഠിക്കേണ്ട 2 കാര്യമുള്ളൂ. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, അത് നോർമലായിട്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എണ്ണം. ഇത് ഇത്ര ഓരോ ഇക്വേഷൻ നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചിരിക്കും. ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് നേരെ ഗോസസ് ലോയിലേക്ക് പോവാം. എടാ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഗോസസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷൻസും. ഇടയ്ക്ക് അതിൻ്റെ പ്രൂഫും കൂളംസ് ലോയിൽ നിന്ന് എന്ത് ഗോസസ് ലോയിൽ നിന്ന് കൂളംസ് ലോയിലേക്ക് എത്താനും പറയാറുണ്ട്. ഇതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ഇനി ക്ലാസ് അവസാനിപ്പിക്കുന്നുള്ളൂ. അപ്പം എന്താണ് ഗോസസ് ലോ എന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ 2-3 കാര്യം അറിയണ്ടേ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ പറഞ്ഞ എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ.
ഗോസസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂടാ. നമുക്കറിയാം, ഞാൻ ഒരു ചാർജ് എടുക്കുകയാണെങ്കിൽ അത് പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നമുക്ക് കൂളംസ് ലോ പ്രകാരം ഒരു ഇക്വേഷൻ അറിയാലോ. എന്താണ് ഇത്? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു KQ/R². ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണ്. പക്ഷെ ഇതുപോലെ കുറെ ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോ. Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, Q4 ഉണ്ട്, Q5 ഉണ്ട്, Q6 ഉണ്ട്, അങ്ങനെ Qn വരെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം അവരെല്ലാവരും കൂടി ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇക്വേഷൻ കാണണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും? ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണണം, ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഇവൻ ഇവിടെ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോരുത്തരും വരെ, ചിലപ്പോൾ 1000 ഉണ്ടാവും, 1,00,000 ഉണ്ടാവും, 1 കോടി ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തരും കാണണ്ടേ? എന്നിട്ട് അവരെല്ലാവരെയും കൂടി പിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സമ്മേഷൻ ഇടണം, സിഗ്മ ഇടണം. അപ്പോൾ അതൊക്കെ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പം അതിന് പകരമായിട്ട് ഗോസ് വന്നു. എന്ത് പറഞ്ഞു? ഗോസ് പറഞ്ഞു നിങ്ങൾ കൂളംസ് ലോ ഒന്നും ഉപയോഗിക്കണ്ട, ഇതുപോലെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണ്ട, സമ്മേഷൻ ഒന്നും വേണ്ട, ഒരു പണിയില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഗോസ് എണ്ണം വന്നു. ഗോസ് വന്നപ്പോൾ പറഞ്ഞത് ഇത്രയുള്ളൂടാ, നിങ്ങൾക്ക് വേണ്ട ചാർജ് ഏതാണോ അത് ഏത് പോയിന്റിലാണോ വേണ്ടത് അതിനടക്കം മൂടുന്ന രീതിയിൽ ഒരു സർഫസ് എടുക്കുക. നമുക്ക് എന്താ കാണേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തേണ്ടത്. ഗോസ് പറഞ്ഞ ഇത്രയുള്ളൂടാ, എനിക്ക് നേരിട്ട് ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്താനുള്ള ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഞാൻ ഇലക്ട്രിക് ഫ്ലക്സ് വഴി ഇലക്ട്രിക് ഫീൽഡിലേക്ക് നിങ്ങൾ എത്തിച്ചേരാം. കാരണം എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സിൽ ഇ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഈനെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഈ ബാക്കിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈനെ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഗോസ് പറഞ്ഞത്. ഗോസ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഒരു ഇക്വേഷൻ പറഞ്ഞത് ഇങ്ങനെയാ പറഞ്ഞത്. ഞാനിവിടെ ഒരു ചാർജ് എടുക്കുന്നുണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് കാരണം ധാരാളം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് പി എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. ആ ചാർജിനെയും ഏതൊക്കെ ചാർജ് ഉണ്ടാക്കണമെന്ന് കാണേണ്ടത്, ആ ചാർജിനെയും ആ പോയിന്റും അടക്കം ഒരു സർഫസിൽ എന്ത് ചെയ്യുക? ഒരു ഇമാജിനറി ക്ലോസ്ഡ് സർഫസിൽ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ക്ലോസ്ഡ് സർഫസ് ആവണം, അത് ഇമാജിനറി ആവണം. ഈ 2 കണ്ടീഷനാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഈ സർഫസിന് ഒരു പേരുണ്ട്. ഈ സർഫസിന്റെ പേരാണ് ഗോഷ്യൻ സർഫസ്. ഗോസസ് ലോ ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. ഇവിടെ ഞാൻ എടുത്ത സർഫസ് ഏതാ? സ്ഫിയർ ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോഷ്യൻ സർഫസിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, അത് റെഗുലർ ആവാം അല്ലെങ്കിൽ ഇറഗുലർ ആവാം, വളഞ്ഞും തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കാം. പക്ഷെ വട്ടാവാം, ചതുരാവാം, അതുപോലെ നമുക്ക് അറിയുന്നതാവാം, അറിയാത്തതാവാം, ഏതെടുത്താലും ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് +1 പഠിക്കാനുള്ളത് നമുക്ക് റെഗുലർ ഷേപ്പ് വെച്ച് മാത്രമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിനെ ഇതിന്റെ ഉള്ളിലാക്കാം, ഇമാജിനറി സർഫസിന്റെ ഉള്ളിലാക്കാം, അല്ലെങ്കിൽ ഈ സർഫസിലാക്കാം. എന്ത് വന്നാലും ഒന്നെങ്കിൽ ആ പോയിന്റ് സർഫസിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെങ്കിലും മിനിമം ഉണ്ടാവണം. അങ്ങനത്തെ രീതിയിൽ ഏതൊക്കെ ചാർജാണ് വേണ്ടത് അവരങ്ങനെ എന്ത് ചെയ്യുക? ഒരു ഇമാജിനറി സർഫസിന്റെ ഉള്ളിലാക്കുക. അത് ക്ലോസ്ഡ് ആയിരിക്കണം, ഇമാജിനറി ആയിരിക്കണം. അതിന്റെ പേര് ഗോഷ്യൻ സർഫസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർഫസിനുള്ളിൽ ഈ ഒരു മൊത്തം നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സർഫസിൽ ഉണ്ടാവുന്ന മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇത്രയുള്ളൂടാ. അതിനുള്ളിലുള്ള ചാർജ് എന്താണ്? Q inside divided by എന്തിനുള്ളിലുള്ള ചാർജ്? നമ്മൾ ഇമാജിൻ ചെയ്ത സർഫസിനുള്ളിലുള്ള ചാർജ്. ഇതിന്റെ പുറത്ത് വേറെ മൈനസ് ചാർജ് ഒക്കെ ഉണ്ടെങ്കിലോ അതും നിങ്ങൾ കൂട്ടണം. നിങ്ങൾ ഇമാജിൻ ചെയ്ത സർഫസിനകത്തുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ε0 ചെയ്താൽ മതി. എന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ. അങ്ങനെ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണാം. അതെങ്ങനെയാണ് നോക്കി? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണാം? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ. ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds ആണ്. ഇവിടെ വെക്ടർ ഉണ്ട്. E.ds ആണ്. അതെന്തിന് ഈക്വൽ ആണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടെത്തി. Q ഇൻസൈഡ് ഡിവൈഡഡ് ബൈ ε0 ഈക്വൽ ആണെന്ന് കണ്ടെത്തി. ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ. നിങ്ങൾ കാണാതെ അങ്ങ് പൊത്തി പഠിച്ചോ. ഇത് പഠിക്കാത്തവൻ എന്ത് ചെയ്യാൻ പറ്റില്ലടാ? ഈ ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയണം. E.ds എന്ന് പറഞ്ഞാൽ EDS cos θ ആണെന്നും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. E.ds എന്താ? A.B എന്താ? AB cos θ. അതുപോലെ E.ds എന്താ? EDS cos θ ആണെന്നും കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം.
ഈ മൊത്തം കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗോസസ് ലോയുടെ അപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. അപ്പൊ എന്താ ഗോസ് പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ട ചാർജുകളെ ആ പോയിന്റ് അടങ്ങുന്ന രീതിയിൽ ഒന്നെങ്കിൽ ആ പോയിന്റ് സർഫസിൽ വരാം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വരാം. അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യാം. ആ ഇമാജിനറി സർഫസിന്റെ പേര് ഗോഷ്യൻ സർഫസ് ആണ്. അത് ക്ലോസ്ഡ് ആയിരിക്കണം, ഇമാജിനറി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഇമാജിൻ ചെയ്ത സർഫസിനുള്ളിലുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇപ്പൊ സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അതിന്റെ എല്ലാ സർഫസിലൂടെ, സിലിണ്ടറിന്റെ പ്രത്യേകത എന്താ? മേലൊരു സർഫസ് ഉണ്ട്, താഴെ ഒരു സർഫസ് ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, രണ്ട് എൻഡ് സർഫസും ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പം അതിലൂടെയുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡും, ആ എല്ലാ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കൂടണം നിങ്ങൾ. മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫൈ എന്ന് എടുക്കാൻ പറ്റില്ല. എന്ത് എടുക്കാൻ പറ്റുള്ളൂ? ഇന്റഗ്രൽ ഓഫ് ഫൈ അല്ലെങ്കിൽ ഫൈ എന്ന് എടുത്താൽ മതി താൽക്കാലികം. മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് കാണിക്കുന്നത് നമ്മൾ ഇന്റഗ്രൽ ഓഫ് ഫൈ അല്ലെങ്കിൽ ഫൈ എന്താണ്? മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എന്ന മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇ ഡോട്ട് ഡി എസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? അതിനുള്ളിലുള്ള നമ്മളെടുത്ത സർഫസിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. എന്താ ഈ എപ്സിലോൺ സീറോ? ഇത്രയുള്ള നമ്മൾ പഠിച്ചതാണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഓർ എയർ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്താണ് അതിന്റെ വാല്യൂ? അതിന്റെ വാല്യൂ എന്താണ്? 8.85 × 10⁻12 എന്താ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണോ നിങ്ങളൊന്ന് കൺഫേം ചെയ്യുക. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫ്ലക്സിനുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇവിടുന്ന് ഈനെ എന്ത് ചെയ്യാം? ഈ ഈനെ അങ്ങ് പുറത്തേക്ക് എടുത്ത് ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഈന്റെ ഇക്വേഷൻ കിട്ടും. കിട്ടും. അപ്പൊ എന്താണ് ഇനി എന്താ അദ്ദേഹം പറഞ്ഞു നോക്കാം. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസിനുള്ള അകത്തുള്ള മൊത്തം എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/ε ടൈംസ് ഓഫ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. 1/ε ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 1/ε ഇൻറ്റു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ക്യൂ ടോട്ടൽ. ഇത് തന്നെ അല്ലേ നമ്മൾ എന്ത് ചെയ്താ? മേലെ തന്നെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തി? ക്യൂ ടോട്ടൽ എൻക്ലോസ്ഡ് ആയതുകൊണ്ട് ക്യൂ ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോ. ഇത് തന്നെയാണ് എന്തും ഇതും. അപ്പൊ ഞാൻ ഒന്ന് സെറ്റാക്കി എഴുതിയെന്നുള്ളൂ. അവരങ്ങനെ എഴുതി, നമ്മൾ ഇങ്ങനെ എഴുതി, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ എന്താണ്? എന്ത് ചെയ്താൽ മതി? ഗോസ് എന്താ ചെയ്താൽ മതി? ഇപ്പൊ നമ്മൾ സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ എല്ലാ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സും കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക? ഇതുമായിട്ട് അങ്ങ് ഈക്വൽ ആക്കിയാൽ മതി. എന്ത് ചെയ്യുക? എന്തിനോട് ഈക്വൽ ആണ്? മൊത്തം സർഫസിൽ 3 സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനോട് ഈക്വൽ ആണ്? ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ സീറോ. ഇനിയിപ്പോ നമ്മൾ എന്താണ്? ഒരു ബോളിയാണ്, ഒരു ക്യൂബാണ് കൺസിഡർ ചെയ്യുന്നെങ്കിലോ അതിന് 6-8 സൈഡ് ഉണ്ടാവും. 1 2 3 4 5 6 സൈഡേ ഉള്ളൂ. 6 സൈഡ് ഉണ്ടാവും. ആ 6 സൈഡിലൂടെ 6 സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാണുക. എന്നിട്ട് അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാം? ക്യൂ ഇൻസൈഡ് ബൈ എപ്സിലോൺ സീറോക്ക് ഈക്വൽ ആണ്. അതാണ് ഗോസസ് ലോ പറഞ്ഞത്. ഗോസസ് ലോ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. അതെന്താവണം? ഒരു പോയിന്റിനെ ഒന്നിക്ക് ഉള്ളിലാക്കിയിട്ടോ പുറത്താക്കിയിട്ടോ മൊത്തം ചാർജിനെ കൺസിഡർ ചെയ്യും വേണം. അതിനുള്ളിലുള്ള ചാർജ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൂഫിലേക്ക് അങ്ങ് പോവാം. പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മാത്സിന്റെ മാട്രിസസ് തുടങ്ങാനുള്ളതാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം എനിക്ക്. നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേഗം അതിന്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഗോസസ് ലോയുടെ പ്രൂഫിലേക്ക് കടക്കാൻ പോവാണ്. ഗോസസ് ലോയും അതിന്റെ പ്രൂഫും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പ്രൂഫിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 1.5 മാർക്ക് 2 മാർക്കിനുള്ളിൽ ഒതുക്കും അവര്. അപ്ലിക്കേഷൻ ആണ് ഷുവർ ക്വസ്റ്റ്യൻ. പ്രൂഫ് ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് അവർ കൂളംസ് ലോയും ഡിറൈവ് ചെയ്യാൻ പറയും ക്വസ്റ്റ്യൻ ലോയും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് കഴിഞ്ഞ് നമുക്ക് അപ്ലിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂളംസ് ലോ ഡിറൈവ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പറഞ്ഞ കൂളംസ് ലോ നോക്കാം. എന്തായാലും നമ്മൾ ചെയ്യാം. ആദ്യം ഗോസസ് ലോ എന്താണ് പറയുന്നത്? ഗോസസ് ലോ എന്താ പറയുന്നത്? മൊത്തം ഇലക്ട്രിക് ഒരു സർഫസിലൂടെയുള്ള ഇമാജിനറി സർഫസിലൂടെയുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ അതും ക്ലോസ്ഡ് ആയിരിക്കണം. എന്തേ കിട്ടുള്ളൂ? Q/ε0 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ചാർജിന് നമ്മൾ ഒറ്റ ചാർജ് വെച്ചിട്ട് സാധാരണ ചെയ്യാറ്, അത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ അത് ഒരു സർഫസിൽ ഉണ്ടാക്കുന്ന മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? Q/ε0 കിട്ടണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയുള്ള ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ചാർജ് എടുക്കുകയാണ്. ഒരു പോസിറ്റീവ് ചാർജാണ് ഞാൻ എടുക്കുന്നത്. നെഗറ്റീവ് എടുത്ത് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ഇറഗുലർ സർഫസ് എടുത്ത് ചെയ്യാം. ഞാനിവിടെ റെഗുലറും പോസിറ്റീവും എടുത്താണ് ചെയ്യുന്നത്. അത് നമുക്ക് പഠിക്കാനുള്ളൂ. മറ്റേത് വളരെ കോംപ്ലിക്കേഷൻ ആണ്. ഇതേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇത് ധാരാളം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് എന്ത് ചെയ്യണം?
ഇത് ധാരാളം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് ഇത് ധാരാളം എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും എന്നറിയാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ചുറ്റും ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. ഓക്കെ ആണ്, ഇതിന് ചുറ്റും ഒരു ഇമാജിനറി സർഫസ് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ മൊത്തം സർഫസ്, ഞാൻ ഒറ്റ ചാർജ് എടുക്കുന്നതുകൊണ്ട് ആ ചാർജിന് മൂടത്തക്ക വിധത്തിൽ എന്ത് ചെയ്യുക, ഒരു സർഫസിനെ കൺസിഡർ ചെയ്യുക. ഞാൻ ഇവിടെ പോയിന്റ് ഒന്നും എടുക്കുന്നില്ല, ഒരു സർഫസിനെ അങ്ങ് കൺസിഡർ ചെയ്യുക. അത് എന്താണ്, ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം, 3D ആയിരിക്കണം എന്നും കൂടി റൂൾ ഉണ്ട്. ക്ലോസ്ഡ് ആയിരിക്കണം, 3D ആയിരിക്കണം, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോലെ 3D കൂടെ ആയിരിക്കണം. അപ്പൊ ഇതിലുള്ള മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ട എന്ത് കിട്ടണം, Q/ε0. അപ്പൊ എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു എന്താ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് φ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ, ഇത്രേ ഉള്ളൂ. ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds A ഡോട്ട് B നമുക്ക് എന്ത് ചെയ്താടാ, φ ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താടാ, E ds cos തീറ്റ എന്ന് എഴുതണ്ടാ, E ds cos തീറ്റ. അപ്പൊ നമുക്ക് തീറ്റ വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയാൻ നിങ്ങളോട് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ അവിടെ പഠിച്ചില്ലടാ, ഏതൊക്കെ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചില്ലേ. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയ ചെറിയ കാര്യമുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. എന്താണ് തീറ്റ, ഈന്റെയും dsന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. ഈക്കും സർഫസ് ഏരിയക്കും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ. അത് നിങ്ങൾ മറക്കണ്ട, ഈക്കും സർഫസ് ഏരിയക്കും ഇടയിലുള്ള ആംഗിൾ ആണ് എന്ത്, തീറ്റ. ഞാൻ ഇപ്പൊ മറന്നു പോയിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താം, നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ ഞാൻ തന്നെ ഓർമ്മിപ്പിച്ചോളാം. അപ്പൊ എന്താണ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും dsന്റെ ഇടയിലുള്ള ആംഗിൾ ആണ് കോസ് തീറ്റ. അപ്പൊ നമുക്കറിയാം, ഈ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, പോസിറ്റീവ് ആയതുകൊണ്ട് പുറത്തേക്ക് പോകും. നിങ്ങൾക്കറിയാം, ഞാൻ അവിടെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനോടെ കാണിച്ചിട്ടുണ്ട്. എന്താണ്, ഇതൊക്കെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഞാൻ കുറച്ചെണ്ണത്തിനോടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതും എന്തും തമ്മിലുള്ള ആംഗിൾ, ചെറിയൊരു സർഫസും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പൊ ഈ ചെറിയ സർഫസ്, ഞാൻ ഇവിടെ ചെറിയ സർഫസ് കൺസിഡർ ചെയ്യുകയാണ്. ഞാൻ ഇവിടെ ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യുന്നത് ds. നമുക്കറിയാം, ഇതൊരു സ്ഫിയർ ആണെങ്കിൽ, സ്ഫിയർ ആയിട്ട് ഇവിടെ കാണിക്കാൻ ഇപ്പൊ എന്താ ഉള്ളത്, ഇവിടെ സ്ഫിയർ ആയിട്ട് ഇവിടെ കാണിക്കാനൊന്നുമില്ല, ബോർഡൊന്നുമില്ലല്ലോ, കളിയായി. എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് താൽക്കാലിക ഇപ്പം എന്തെടുക്കാം, എൻ്റെ മഷിക്കുപ്പി തന്നെ ഉണ്ട്. ഇവിടെ സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ഈ മേലത്തെ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ല ഏരിയ വെക്ടർ കാണാൻ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മേലേക്ക് വരക്കുക. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ സൈഡിലാണ്, ഇവിടെയാണ്, അതായത് ഇതിനുള്ളിലല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വരും, അതായത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ എന്താണ്, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ നിന്നാൽ മതി, അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് വരച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇവിടുത്തെ ഏരിയ വെക്ടർ കാണാൻ നിന്നാൽ മതി, ഈ ഇവിടുന്ന് അങ്ങ് പുറത്തേക്ക് വരയ്ക്കുക. അതന്നെയാണ് dsന്റെ ഡയറക്ഷൻ. ഇത് ചെറിയ സർഫസ് ആയതുകൊണ്ട് ഇതിന്റെ പേര് ds ആണ്. ഇത് മൊത്തം s ആണെങ്കിൽ ഇത് ds ആണ്. എന്താണ്, ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഔട്ട്വേർഡ് ആണ്, അതായത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഇനി ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇതേ പുറത്തേക്കാണ്. ഇവിടെ ഞാൻ ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡയറക്ഷൻ എങ്ങോട്ടാവും, അതെ ds അങ്ങോട്ട് തന്നെ. ഇനി ഇവിടെ ഞാൻ സർഫസ് കൺസിഡർ ചെയ്താലോ, ഇലക്ട്രിക് ഫീൽഡ് പുറത്തേക്കാണ്, ഇവിടെ എങ്ങനെ ds പുറത്തേക്കാവും. നിങ്ങൾ ജസ്റ്റ് ഒരു പന്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ 3D അല്ലടാ, അപ്പൊ ഓരോ മുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഇനി ഇവിടെ എടുക്കുമ്പോഴാണെങ്കിലോ, ഇവിടെയും ds ഇങ്ങനെ പുറത്തേക്ക്, ഇത് ds ആണ്, ഇതും ds ആണ്. അപ്പൊ നമ്മൾ ഈ സർഫസിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ സ്ഫിയറിന്റെ റേഡിയസ് ഞാൻ എന്താണ്, r ആക്കി എടുക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റും കൂടി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ സ്ഫിയറിന്റെ റേഡിയസ് എന്താണ്, r ആക്കി ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഈ സ്ഫിയറിൽ ഏത് സ്ഥലത്തും എന്താടാ, ഏത് സ്ഥലം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഈക്കും dsന്റെ ഇടയിലുള്ള ആംഗിൾ എന്താടാ, തീറ്റ ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. തീറ്റ എന്താണ്, 0 ഡിഗ്രി ആണ്. ഈ സർഫസിൽ എവിടെ എടുത്തു കഴിഞ്ഞാൽ തീറ്റ എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ cos 0 എന്നാക്കി കൂടെ എനിക്ക് ഈ സമന്തയുടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ E ds cos 0 എന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. cos 0 എന്താണ്, 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ 1 ഇൻറ്റു ds എന്താ, അത് ds തന്നെയാണ്. സോ φ ഈസ് ഈക്വൽ ടു എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ E ds എന്തായി നോക്കി, ക്ലോസ്ഡ് ഇന്റഗ്രൽ E ds ആയി. cos തീറ്റ എന്തായി പോയി, വെറും ഡോട്ടിൽ കേട്ടോ, E ds ആയി പോയി. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താണ്, E ds എന്നായി. ഇനി നമുക്കറിയാം, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ സർഫസിൽ എവിടെ എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവൂലേ. നോക്കി, ഈ സർഫസിൽ എവിടെ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവും. കാരണം എത്രയേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു പോയിന്റ് ചാർജ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, Q/r² ആണ്.
കെ ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, ക്യൂവും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇവിടെ ആർ എന്താണ്? എല്ലാ സ്ഥലത്തും ആർ സെയിം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ ചാർജിന്റെ സെന്ററിൽ കൺസിഡർ ചെയ്തത്. എന്താണ്? എല്ലാ ഭാഗത്തും എന്താണ്? ആർ സെയിം ആണ്. ആറിന് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും ഒരുപോലെ അല്ലേ? കാരണം എല്ലായിടത്തും ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഈ സർഫസിൽ എല്ലായിടത്തും ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തേക്ക് എടുത്തൂടെ? കാരണം ഇന്റഗ്രലിൽ എന്ത് ചെയ്യുക? കോൺസ്റ്റന്റ് ആയ ആൾക്കാർ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്ന റൂൾ ഉണ്ട്. അപ്പൊ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ds. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത്രയുള്ള ഇനിയന്റെ കൺസെപ്റ്റ് നോക്കിക്കോ. ഡി എസ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഡി എസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സർഫസ് ഏരിയ, അതായത് ഈ ഒരു സ്ഫിയറിലെ ചെറിയൊരു ഏരിയ ആണെന്ത് ഡി എസ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഏരിയ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കുക. അങ്ങനെ ചെറിയ ഏരിയ കൂട്ടി വെച്ചാൽ മൊത്തം സ്ഫിയറിന്റെ ഏരിയ കിട്ടൂലടാ. ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ, ഡി എസ് എന്ന് പറഞ്ഞ ഒരു സ്ഫിയറിന്റെ ചെറിയ ഏരിയ ആണ്. അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? മൊത്തം ഏരിയ കിട്ടും. നിങ്ങൾ ചെയ്ത ചെറിയ തെറ്റുകൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത മൊത്തം തെറ്റ് കിട്ടും. അതുപോലെ ഈ സർഫസിൽ ചെറിയ ഏരിയ കൂട്ടി വെച്ച് എന്ത് കിട്ടൂടെ? ഈ സർഫസിന്റെ മൊത്തം ഏരിയ കിട്ടൂലേ? ഇന്റഗ്രേറ്റ് ചെയ്യാൻ കൂട്ടി വെക്കല്ലേ? അപ്പൊ ഈ ഒരു സർഫസിന്റെ മൊത്തം ഏരിയ എന്താടാ? ഒരു സ്ഫിയറിന്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ 4π ഏതാണോ റേഡിയസ് അതിന്റെ സ്ക്വയർ. അങ്ങനെയല്ലടാ. അപ്പൊ 5 എന്താടാ? ഈ ഇൻറ്റു ഇനി എന്താ? ഇന്റഗ്രൽ ഡി എസ് എന്തായി പോയി? അതിന്റെ ഏതിന്റെ ഏരിയയിൽ പോയി? ആ സ്ഫിയറിന്റെ ഏരിയയിൽ പോയി. അതെന്താടാ? 4π റേഡിയസ് ആറായതുകൊണ്ട് ആറിന്റെ സ്ക്വയർ. ഓക്കെ ആണോ? ഇനി നമുക്കറിയാം ഈ ഒരു ഇതിവിടെ ഏതെടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കൂടി അപ്ലൈ ചെയ്ത് നോക്കിയേ. 1/4πε0 Q ഏതാ ചാർജ് ചെയ്യാൻ എടുത്തിട്ടുള്ള? Q ആണ്. Q/r² ഇൻറ്റു ബാക്കി ആരും കൂടെ ഉണ്ടാ 4πr². ഇലക്ട്രിക് ഫീൽഡിനെ അവിടെ അപ്ലൈ ചെയ്യാൻ കാരണം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, മാറൂല. അതുകൊണ്ട് ഒറ്റ ഇലക്ട്രിക് ഫീൽഡേ ഉള്ളൂ. അതിന്റെ ഇക്വേഷൻ എന്താണ്? ആ പോയിന്റ് ചാർജ് കാരണം ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല, സെയിം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന് പകരം അപ്ലൈ കൊടുത്തൂടെ? ഇനി നമുക്ക് കട്ട് ചെയ്യാം. 4π ക്യാൻസൽ, r² ക്യാൻസൽ. ബാക്കിയുള്ളത് ആരാടാ? 5 നോക്കിയേ 1/ε0 ഇൻറ്റു Q. ഇത് തന്നെ അല്ലടാ 5 എന്താടാ? Q/ε0. ഇവിടെ നമ്മൾ എടുത്ത ചാർജ് ഒന്നുള്ളൂ, അത് Q ആണ്. അപ്പൊ ഇൻസൈഡ് നമ്മൾ ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Q/ε0. ഇത് തന്നെയാണ് എന്ത്? ഇതാണ് നമ്മുടെ എന്താ ഗോസസ് ലോ. ഇതാണ് ഗോസസ് ലോ. ഈ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടപ്പോ എന്ത് കിട്ടി? ഗോസസ് ലോ എന്ത് കിട്ടിയടാ? മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ട് ഈ സർഫസിലൂടെ അല്ല. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? Q/ε0 എന്ന് കിട്ടി. ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് കൂളംസ് ലോന്റെ അവസാനം ചെയ്യാം. നേരെ അപ്ലിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ അല്ലേടാ? അപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ ആണ് ഇനി അടുത്തത്. ഇത് HSC ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യണ്ട? പ്രതീക്ഷിക്കണ്ട എന്നർത്ഥം. AI സെക്കൻഡറി എക്സാമിനേഷൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചിട്ടേ പോകും. വേറെ HSC ഞാൻ പറഞ്ഞത് എന്താടാ? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂട്ടി, ഇലക്ട്രിക് ഡൈപോൾ ഡ്യൂട്ടി എന്താടാ? ആക്സിയൽ ലൈനും പിന്നെ എന്താണ്? ഇക്വറ്റോറിയൽ ലൈനും. അത് രണ്ടും HSC ആണ്. അത് ഏതെങ്കിലും ആക്സിയലാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഗോസസ് ലോ പല പോയിന്റുകളും പല സാധനങ്ങൾക്കും ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്? ചാർജ്ഡ് വയർ എടുക്കുന്നത്. അത് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒരു ചാർജ്ഡ് ഷീറ്റ് കാരണം P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതൊക്കെ കാണാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിൽ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻഡ് ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. ഒരു ചാർജ്ഡ് വയർ കാരണം അത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്, മേലേക്ക് താഴത്തേക്ക് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. അത്തരം ഒരു ചാർജ്ഡ് വയർ കാരണമല്ല, ചാർജ്ഡ് വയർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന ചാർജ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് വയർ കാരണമല്ല P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്ത് കൺസിഡർ ചെയ്യണ? നോക്കിക്കോ, ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് വയർ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്റെ ബോർഡ് അത് വലുത് കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിൽ ഞാൻ എങ്ങനെ ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യും? ഇല്ല. അപ്പൊ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു L ലെങ്ത്തിലുള്ള ഒരു വയർ കൺസിഡർ ചെയ്യും. L ലെങ്ത്തിലുള്ള ഒരു വയർ കൺസിഡർ ചെയ്യും. അപ്പം ഇതിന് മേലേക്കും താഴേക്കും ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇൻഫിനിറ്റി ആണ് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ആരോ മാർക്ക് കൊടുത്തു. ഓക്കെ ആണ്. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇത് പോസിറ്റീവ്ലി ചാർജ് വയർ ആണ്. ഞാൻ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഇത് പോസിറ്റീവ് ചാർജ് ആണ് ഇതിനുള്ളതെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം എന്താണ്? ഇത് ചാർജ് വയറാണ് അവർ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചാർജ് വയറിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, ഈ ചാർജർ വയറിൽ നിന്നും ഒരു R ഡിസ്റ്റൻസ് അകലെ
പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ ചാർജ് വയറിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റിൽ ഈ മൊത്തം ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. അപ്പൊ അതെങ്ങനെ കാണാം? ഗോസസ് ലോ പ്രകാരം എന്താടാ, ഇങ്ങനെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പീനടക്കം ഒരു ക്ലോസ്ഡ് സർഫസിലാക്കുക, പീനടക്കം എന്ത് ചെയ്യുക, ഒരു ക്ലോസ്ഡ് സർഫസിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ മൊത്തം ആ സർഫസിൽ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കുക. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാ, ക്യൂ ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോക്ക് ഈക്വൽ ആണെന്ന് പറയാ. അതിൽ നിന്ന് ഈനെ കണ്ടുപിടിക്കുക. അതാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. മനസ്സിലായല്ലോ? എന്താ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലോസ്ഡ് സർഫസിന് ഇമാജിൻ ചെയ്യും. എന്നിട്ട് ആ സർഫസിനുള്ളിൽ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയും, ക്യൂ ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ സീറോക്ക് ഈക്വൽ ആണെന്ന് പറയും. അതിൽ നിന്ന് നമ്മൾ ഈനെ കണ്ടുപിടിക്കും. എങ്ങനെയാണ് കാണിച്ചത് നോക്കിക്കോ. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി സർഫസ് എന്ന് പറയുന്നത് ഇതിനെ മൂടാൻ പറ്റിയതായിരിക്കണം. അപ്പൊ ഇതിന് മൂടാൻ പറ്റിയ ഒരു സർഫസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്നറിയോ, ഒരു സിലിണ്ടർ ആണ്. എന്താ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന ഒരു ഇമാജിനറി സർഫസിന് എന്താ വിളിക്കുക, ഗോഷ്യൻ സർഫസ്. ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഗോഷ്യൻ സർഫസ് ഗോഷ്യൻ സ്ഫിയർ ആണ്, ഗോഷ്യൻ സിലിണ്ടർ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ സർഫസിലാക്കിക്കൊണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലെടുക്കാം അല്ലെങ്കിൽ സർഫസിലാക്കിക്കൊണ്ട് ഇത് ആ സിലിണ്ടറിന്റെ സെന്റർ ആയിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ് ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ ആണ്. ഇങ്ങനെ ഒരു സിലിണ്ടർ ഞാൻ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുവരെ എടുക്കാം. പക്ഷെ ഞാൻ ഇത്ര എടുക്കാൻ കാരണം ഞാൻ എടുത്ത ഈ വയറിന്റെ ലെങ്ത് L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിലിണ്ടറിന്റെ കുറച്ച് ഇതിനൊന്ന് മാറ്റി വരക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഓക്കെ, ഇങ്ങനെ ആക്കി വരക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് നോക്കിക്കോ, എന്താണ് ഇതിന്റെ ഈ വയറിന്റെ അടുത്ത് ലെങ്ത് എന്താണ് L ആണെങ്കിൽ ഈ ഹൈറ്റ് എന്നല്ല ഇതിന് വരിക, അതും എല്ലാവൂലെ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുത്തത്, ഇങ്ങനെ എടുത്തത്. ഇനി നമ്മൾ അടുത്ത കേസ് വരുമ്പോൾ എന്ത് ചെയ്യും, ചെറുതായിട്ടുള്ള എടുക്കും, അതായത് ഇതിന്റെ നടുവ് കൂടിയൊക്കെ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. ഇപ്പൊ ഞാൻ എടുത്തത് പീനെ സർഫസിലാക്കിക്കൊണ്ട് ഒരു ഗോഷ്യൻ സിലിണ്ടർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വയറിന്റെ ഇത്രയും ലെങ്ത് L ആയതിനാൽ ഞാൻ എന്ത് ചെയ്തു, ഇതേ ലെങ്ത് തന്നെയാണ് ഇതിനും എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഹൈറ്റിനും സിലിണ്ടറിന്റെ ഹൈറ്റിനും എല്ലാം എടുത്തു. സിലിണ്ടറിന്റെ റേഡിയസ് എന്താ, 6 ആണ്. ഓൾറെഡി നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും സിലിണ്ടറിന്റെ ഹൈറ്റ് L ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ലെറ്റ് എന്താണ് നോക്കിക്കോ. ലെറ്റ് എന്താണ്, നമുക്കറിയാം ഞാൻ ചാർജിനെ ഒരു വയറിലോ അല്ലെങ്കിൽ ഒരു ലൈനിലോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അവിടെ എന്ത് ഡെൻസിറ്റി ഉണ്ടാവും, ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. ലെറ്റ് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവുമല്ലോ. യെസ്, ലെറ്റ് ലാംഡ ബി ദ എന്താണ്, ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ എന്താണ്, ലാംഡ ആണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ലാംഡക്ക് ഒരു ഇക്വേഷൻ കൂടി നിങ്ങൾക്കറിയാം, എന്താണ്, ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ്, ചാർജ് ബൈ ലെങ്ത് ആണ്. ഇവിടെ നമ്മൾ എടുത്ത വയറിന്റെ ലെങ്ത് L ആയതുകൊണ്ട് ചാർജ് ബൈ L. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്താടാ, നമ്മൾ ക്യൂ ചാർജ് എടുത്തു കഴിഞ്ഞാൽ L ലെങ്ത്തിൽ ലാംഡ ഇസ് ഈക്വൽ ടു, നമുക്ക് ക്യൂ എസ് ലാംഡ L എടുക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, നമുക്ക് L ലെങ്ത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് ലാംഡയാണ്. L ലെങ്ത് എടുത്താൽ അതിലുള്ള ചാർജ് എന്താണ്, ലാംഡയാണ്. 1 മീറ്റർ എടുത്താൽ, അപ്പൊ L 1 ആക്കി കൊടുത്താൽ മതി, അതിലുള്ള ചാർജ് എന്താ, ലാംഡയാണ്. L ലെങ്ത് എടുത്താൽ അതിലുള്ള ചാർജ് ലാംഡ L ആണ്. 1 മീറ്റർ എടുത്താൽ അതിലുള്ള ചാർജ് എന്താണ്, ലാംഡയാണ്. ഈ രണ്ട് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ നല്ല ശ്രദ്ധിച്ചു. 1 മീറ്റർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലുള്ള ചാർജ് ഇതിന് 1 ആക്കി കൊടുത്താൽ അത് 1 എന്തായും, ആ ചാർജ് എന്താവും, ലാംഡയ്ക്ക് ഈക്വൽ ആവും. എന്നാൽ നിങ്ങൾ എടുക്കുന്ന ചാർജ് L ആണെങ്കിൽ അവിടെയല്ല, നിങ്ങൾ എടുക്കുന്ന ഡിസ്റ്റൻസ് L ആണെങ്കിൽ അതിലുള്ള ചാർജ് എന്ന് പറയുന്നത് ലാംഡ L ആണ്. 1 മീറ്റർ ആണെങ്കിൽ ലാംഡയും, L ലെങ്ത് ആണെങ്കിൽ എന്താണ്, ലാംഡ L-ഉമാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ L ലെങ്ത് എടുത്തുകൊണ്ട് ആ L ലെങ്ത്തിലുള്ള ചാർജ് എന്താണ്, ലാംഡ L ആണ്. ഇനി നമുക്ക് എന്താണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ക്ലോസ്ഡ് ഇന്റഗ്രൽ E.ds. ഇതാണ് നമ്മുടെ എന്ത്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കട്ടെ, നമുക്ക് ഈ മൊത്തം സർഫസിലുള്ള ടോട്ടൽ ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താലല്ലേ മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താലേ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. അപ്പൊ ഇതിനെത്ര, നമ്മുടെ ഫാൻ ഒരു സിലിണ്ടർ ആണല്ലോടാ, അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സർഫസ് ഉണ്ട്, ഒരു മേലത്തെ ഒരു സർഫസ് ഉണ്ട്, ഒരു താഴെ ഒരു സർഫസ് ഉണ്ട്, പിന്നെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. ഇങ്ങനെ 3 സർഫസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ സർഫസിനും ഓരോ പേര് കൊടുക്കാം. ഈ സർഫസ് S1 ആണ്, ഈ സർഫസ് S2 ആണ്, ഈ സർഫസ് S3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താടാ, ഇന്റഗ്രൽ E.ds1 പ്ലസ് ഇന്റഗ്രൽ E.ds2
ds2 പ്ലസ് ഇന്റഗ്രൽ ഇ ഡോട്ട് എന്താണ് ds3 ചെയ്താലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂടാ, എന്ത് കിട്ടുള്ളൂ, ഈ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കൂട്ടിയാലല്ലേ മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. അതാണ് ഞാനിവിടെ എഴുതിയത്. ഇലക്ട്രിക് ഫ്ലക്സ് സർഫസ് 1ലെയും ഇലക്ട്രിക് ഫ്ലക്സ് സർഫസ് 2ലെയും ഇലക്ട്രിക് ഫ്ലക്സ് സർഫസ് 3ലെയും ഇന്റഗ്രേറ്റ് ചെയ്താലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂടാ, എന്ത് കിട്ടുള്ളൂ, നമുക്ക് എന്ത് കിട്ടുള്ളൂ, മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ സർഫസ് കൺസിഡർ ചെയ്യാൻ നോക്കിയേ. ഈ ഒരു സർഫസിനെ ഞാൻ S1 എന്ന് വിളിക്കുകയാണ്. ഈ ഒരു സർഫസിലെ ചെറിയൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോക്കിയേ, ds എങ്ങോട്ടാണ് ഉണ്ടാവുക, ds ഇങ്ങോട്ട്. ഓക്കെ ആണോ? ഇനി അടുത്തത് മേലത്തെ സർഫസ് ഞാൻ ഇത് S1 ആണ്. ഇനി ഞാൻ മേലത്തെ സർഫസ് എടുക്കുകയാണ്. ആ സർഫസ് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ds എങ്ങോട്ടുണ്ടാവുക നോക്കിയേ, അവിടുത്തെ സർഫസ് ഏരിയ എങ്ങോട്ടുണ്ടാവുക, മേൽഭാഗം ആയതുകൊണ്ട് ഇത് ഔട്ട്വേർഡ് ആയിരിക്കും സർഫസ് ഏരിയ വെക്ടർ ഉണ്ടാവുക. അപ്പൊ എങ്ങോട്ടാണ് S2 ആണ്. ഇനി താഴത്തൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ അത് ds എങ്ങോട്ടുണ്ടാവുക, താഴത്തേക്ക് ഉണ്ടാവുക. ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ ആണോ? ഇനി നമുക്ക് എന്താ അറിയണം, ഓരോ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു, സർഫസിന്റെ ഏരിയ വെക്ടർ നമ്മൾ നോക്കി. ഓക്കെ ആണ്. ഇനി നമുക്ക് എന്താ അറിയണം, EDS അറിയണമെങ്കിൽ ഇ ഡോട്ട് ds എന്താ, EDS cos തീറ്റ. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ടോട്ടൽ ഇന്റഗ്രൽ എന്താണ്, EDS എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റഗ്രൽ S1 EDS cos തീറ്റ 1, EDS1 cos തീറ്റ 1 ആണല്ലോ. ആ തീറ്റ 1 എന്ന് പറയുമ്പോൾ ആരൊക്കെയുള്ള ആംഗിളാണ്, ഇലക്ട്രിക് ഫീൽഡും ഈ ds1 തമ്മിലുള്ള ആംഗിൾ. നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ പി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടായിരിക്കും, അത് ഇങ്ങോട്ട്. ഈ ഒരു റേഡിയസ് ഇലോങ്ങേറ്റ് ചെയ്താൽ മതി. അതായത് ഇങ്ങോട്ടായിരിക്കും സർഫസ്, എങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും, ഔട്ട്വേർഡ് ആയിരിക്കും. അതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയറക്ഷൻ, ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തീറ്റ എന്താണ്, 0 ഡിഗ്രി ആണ്. ഇനി ഇവിടെ നോക്കിയടാ, ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും, അത് ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ എങ്ങോട്ടാ ഇലക്ട്രിക് ഫീൽഡ്, ഈ സർഫസിൽ ഇത് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇനി ഇവിടെ കൺസിഡർ ചെയ്താൽ ഇത് ഇങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. എവിടെ നോക്കിയാലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലാണ്. പക്ഷെ സർഫസ് 2 എടുക്കുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. തീറ്റ 1 ഇത് തീറ്റ 2 ഇത് തീറ്റ 1 ഇത് തീറ്റ 3 മൂന്ന് ആംഗിളും കിട്ടിയല്ലോ. ഓരോ കോസ് തീറ്റ 1 പ്ലസ് ക്ലോസ് ഇന്റഗ്രൽ S2 ഈ ds കോസ് തീറ്റ 2 പ്ലസ് ഇന്റഗ്രൽ എന്താണ് S3 ഈ ds കോസ് എന്താണ് തീറ്റ 3. മൂന്ന് ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ. ഏതിൻ്റെയൊക്കെ, ഈക്കും ds-ന്റെ ഇടയിൽ ds1ന്റെ ഇടയിലുള്ള ആംഗിൾ 0, ഈക്കും ds2ന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി, ഈക്കും ds3ന്റെ ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അതെങ്ങനെ വന്നത് മനസ്സിലായല്ലേ? നമ്മൾ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിന്റെ വെക്ടർ എങ്ങോട്ടായിരിക്കും, അത് പെർപെൻഡിക്കുലർലി, അതായത് സിലിണ്ടർ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇവിടുന്ന് പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. മേൽഭാഗം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിന്റെ പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്, ഇവിടുന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ, പെർപെൻഡിക്കുലർലി ഔട്ട്വേർഡ്. എല്ലാം ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ സർഫസ് ആയിരിക്കും. ഇനി ഇവിടുത്തെ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് പുറത്തേക്ക്, അങ്ങോട്ട് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് പുറത്തേക്കാണ്. നമ്മൾ അങ്ങോട്ട് മാത്രം കാണിച്ചുകൊണ്ട് എന്താ, അങ്ങോട്ട് പുറത്തേക്കാണ്. ഇങ്ങനെ എടുത്താലും എന്താ, ഇവർക്കിടയിലുള്ള ആംഗിൾ 90 ആവും, 0 ആവും, 90 ആവും. ഓക്കെ ആണ്, ഈ കൺസെപ്റ്റ് ഓക്കെ ആണ്. ഇത് നമ്മൾ ഇവിടെ ഒന്ന് കള്ളിയിലാക്കി വെക്കേണ്ടത്, ഇത് വേറെ കേസാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തീറ്റ 1 തീറ്റ 2 അപ്ലൈ കൊടുത്തുള്ള ഇന്റഗ്രൽ ഈ ds ടോട്ടൽ ഇന്റഗ്രൽ എന്താണ്, ഇന്റഗ്രൽ S1 ഈ ds1 cos 0 എന്താ, ഈ ds1 cos തീറ്റ 1 എന്താ, അത് 0 ആണ്, cos 0 പ്ലസ് എന്താണ് ഇന്റഗ്രൽ S2 ഈ ds cos തീറ്റ 2 എന്താണ്, cos തീറ്റ 2 എന്താണ് നോക്കിയേ, cos 90 ഡിഗ്രി പ്ലസ് ഇന്റഗ്രൽ ഈ ds എന്താണ്, cos തീറ്റ 3 എന്താണ് നോക്കിയാൽ 90 ഡിഗ്രി അതും 90 ഡിഗ്രി. നമുക്കറിയാം cos 90 എന്ന് പറയുന്നത് 0 ആയതിനാൽ ഇങ്ങേരും പുറത്തു പോകും. ആരൊക്കെ, ഇങ്ങേരും പുറത്തു പോകും, 0 ആവും, ഇങ്ങേരും 0 ആവും. 0 ഇൻറ്റു EDS എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 ഇൻറ്റു EDS എന്ന് പറഞ്ഞാൽ 0 ആണ്. അവർ രണ്ടുപേരും 0 ആയി. ബാക്കി ആര് മാത്രമേ ഉള്ളൂ, ആര് മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നുള്ളൂ, സർഫസ് 3 മാത്രമേ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ സർഫസ് 1 മാത്രമേ, അതായത് ആ കർവ്ഡ് സർഫസിലൂടെ മാത്രം ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇന്റഗ്രൽ EDS എന്താണ്, എന്താ പറയുന്നത്, ഈ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആര് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ക്ലോസർ ഈ ഒരു കർവ്ഡ് സർഫസിലൂടെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, S1 EDS1 നോക്കിയേ, ഇങ്ങനെ പറഞ്ഞോടാ, S1 EDS1 നോക്കിയേ. എന്താണ് കാരണം,
കോസ് 0 എന്താ അത് 1 ആയി പോയി, കോസ് 0 എന്താ 1 ആയി പോയി, ബാക്കി ആരുണ്ടാവുള്ളൂ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണല്ലോ. കാരണം എന്താ, ഇതിന്റെ എല്ലായിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്താ r ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈനങ്ങ് പുറത്തേക്ക് എടുത്തു കൊടുക്കാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds എന്താടാ, ഈ ഇന്റഗ്രൽ S1 എന്ന് വേണമെന്നില്ല, ds1, ഈ ഇന്റഗ്രൽ ds1 ഓക്കെ ആണോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ds1 ചെറിയ ds1 എന്ന് പറയുമ്പോൾ ചെറിയ ഈ ഒരു സർഫസ്, കർവ്ഡ് സർഫസിലുള്ള ചെറിയ സർഫസുകൾ കൂട്ടി വെച്ച് എന്ത് കിട്ടും, മൊത്തം കർവ്ഡ് സർഫസിന്റെ ഏരിയ കിട്ടൂലടാ. കർവ്ഡ് സർഫസിലുള്ള ചെറിയ ഏരിയ കൂട്ടി വെച്ച് എന്ത് ചെയ്യും, മൊത്തം കർവ്ഡ് സർഫസിന്റെ ഏരിയ കിട്ടും. അത് എത്രയാണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ E dot ds, അതായത് മൊത്തം ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്, E ഇൻറ്റു എന്തായി, E ഇൻറ്റു നമുക്കറിയാം എന്താണ് 2πr ഇൻറ്റു ഹൈറ്റ് ആണ്. 2π റേഡിയസ് ഇൻറ്റു അതിന്റെ ഹൈറ്റ് എല്ലാം ആണ്. 2πr അല്ലേ എന്താ ഇക്വേഷൻ, 2π റേഡിയസ് ഇൻറ്റു ഹൈറ്റ്, 2π ഇൻറ്റു റേഡിയസ് ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ എടുത്ത ഹൈറ്റ് എല്ലാം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2πr is equal to എന്താ, ഈ 2πr എന്നായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആക്കി നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കറിയാം ബൈ ഗോസസ് ലോ പ്രകാരം എന്താടാ, ബൈ ഗോസസ് ലോ പ്രകാരം എന്താടാ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് E dot ds, ടോട്ടൽ ഇന്റഗ്രൽ E dot ds എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താടാ, Q ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്, എപ്സിലോൺ 0 ആണ്. Q ഇൻസൈഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ആണ്. Q ബൈ എപ്സിലോൺ 0 ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ എടുത്ത ലെങ്ത് എല്ലാണ്, ആ L ലെങ്തിലുള്ള ചാർജുകളാണ് നമുക്ക് വേണ്ടത്. ആ L ലെങ്തിലുള്ള ചാർജ് ആണ് എന്ത്, ലാംഡ L. നമ്മൾ എടുത്ത ലെങ്ത് എല്ലാണ്, ആ L ലെങ്തിലുള്ള ചാർജ് എത്രയാണ്, ലാംഡ L. അങ്ങനെയാണെങ്കിൽ ഈ Qക്ക് പകരം എനിക്ക് ലാംഡ L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാടാ, ഇന്റഗ്രൽ E dot ds എന്താണ്, ലാംഡ L ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും രണ്ടാമത്തെ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് എനിക്ക് ഇക്വേറ്റ് ചെയ്തൂടെ, അതായത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ. രണ്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ രണ്ടിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ. അപ്പൊ എന്ത് പറയാം, ഫ്രം ഇക്വേഷൻ 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ എനിക്ക് പറയാൻ എന്താണ്, ഈ 2πrl ഇസ് ഈക്വൽ ടു എന്താണ്, ലാംഡ L ബൈ എപ്സിലോൺ 0. ഈ എല്ലും വെട്ടിപ്പോയി, ബാക്കി ഇവിടെ ഈനെ നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആരുണ്ടാ, ഈ 2π അടി കൊണ്ടുപോവുക, 2πr അടി കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, 1/2π എപ്സിലോൺ 0 എന്ന് എഴുതി കൂടെ. 2π അടിക്കൊണ്ട് അവിടെ എപ്സിലോൺ 0 കൂടെ ഉണ്ട്, മേലെ ലാംഡ ഉണ്ട്, താഴേക്ക് വന്ന് 6 ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തു, 2π അടിക്കൊണ്ട് ആ 2π ഇവിടെ ഉണ്ട്, പിന്നെ 6 അടിക്കുന്നു, ആ 6 താഴെ ഉണ്ട്, പിന്നെ ഓൾറെഡി എപ്സിലോൺ 0 താഴെ ഉണ്ട്, പിന്നെ 1/, അവിടെ ഉണ്ട്. 1/ന്റെ പകരം ഞാൻ ലാംഡ മേലെ ഉണ്ട്. എല്ലാവരും അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ഒന്ന് സെറ്റപ്പ് ആക്കി എഴുതിയെന്നുള്ളൂ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഈനവിടത്തിൽ ബാക്കി എല്ലാവരും അടിക്കൊണ്ടായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. ഞാനൊന്ന് സെറ്റപ്പ് ആക്കി എഴുതിയെന്നുള്ളൂ. ഇതാണ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. എങ്ങനെയാ ഇലക്ട്രിക് ഫീൽഡ് കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോടാ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് വരും. എന്താണ്, 1/2π എപ്സിലോൺ 0 വാല്യൂ നമുക്ക് നേരിട്ടറില്ല. അപ്പൊ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കേണ്ടതായി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ വേറൊരു ഇക്വേഷൻ കൂടി ഉപയോഗിക്കാറുണ്ട്. ഈ സമയം എന്താണെന്നറിയോ, 1/4π എപ്സിലോൺ 0 2 ലാംഡ ബൈ r. ഇതാണ് നമ്മൾ സാധാരണ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കിയടാ, ഇതാണ് നമ്മൾ സാധാരണ കണക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. കാരണം ഈ 2 ഈ 4 കട്ടായി പോയി കഴിഞ്ഞാൽ അവിടെ 2 വരും, ആ 2 കട്ടായി പോയി, അപ്പൊ ഇതേ ഇക്വേഷൻ തന്നെ വരും. ഈ കാരണം എന്തെങ്ങനെ ആക്കാൻ കാരണം ഇതിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. നമ്മൾ ഇത്ര ചെയ്തുള്ളൂ. എന്താണ്, നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇതാണ് കൺസിഡർ ചെയ്തു. അതായത് ക്യൂ ചാർജ്, അതായത് L ലെങ്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ലാംഡ L ആണ് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സും കാൽക്കുലേറ്റ് ചെയ്തു. മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ എന്തിന് ഈക്വൽ ആണ്, Q/എപ്സിലോൺ 0 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, മൊത്തം സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഇതാണ്. അത് എന്തിന് ഈക്വൽ ആണ്, Q/എപ്സിലോൺ 0 എന്ന് പറയുമ്പോൾ ലാംഡ L/എപ്സിലോൺ 0 ആണ്. അതെന്താ, അതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതങ്ങ് എത്തിച്ചു. നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും കൂടി കാണാം. ഇത് നമ്മൾ ഇന്റഗ്രേഷനൊക്കെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യും, വൺ ഷോട്ട് എടുക്കുമ്പോൾ ഇന്റഗ്രേഷനൊക്കെ ഒഴിവാക്കി സിമ്പിൾ മെത്തേഡും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ നല്ല വൃത്തി, ഇതാണ് മെയിൻ, ഇതാണ് നമ്മുടെ NCERT മെത്തേഡ്. ഇതല്ലാതെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, അത് ഞാൻ അപ്പം കാണിച്ചു തരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം.
എടാ അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാടാ? ഇതും കൂടി നിങ്ങൾ അതിൻ്റെ അടിയിൽ എഴുതി വെക്കണം. ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. അതായത് നമ്മൾ എടുക്കുന്ന പോയിന്റ് എത്രത്തോളം ദൂരത്താണോ അത്രത്തോളം അവിടെ ഉണ്ടാവുന്ന ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. അങ്ങനെയാണെങ്കിൽ ഇയും ആറും തമ്മിലുള്ള ഗ്രാഫ് എന്താണ് വരിക? ഇയും ആറും തമ്മിലുള്ള ഗ്രാഫ് എന്താ വരിക? നോക്കി, ഇങ്ങനെ കുറഞ്ഞു വരില്ല, അപ്പൊ ഇങ്ങനെ വരും. അപ്പം ഇതൊന്നും നിങ്ങൾ എഴുതി വെക്കണം. ഈ ഇക്വേഷൻ നമുക്ക് എന്താ പറയാം? ഈ ഈസ് ഇൻവേഴ്സ്ലി, താഴത്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഒന്നുകൂടി ജസ്റ്റ് അങ്ങനെ വളഞ്ഞു വരും. എങ്ങനെ ഇവിടെ നോക്കി, ഇതുപോലെ ഒന്നിങ്ങനെ വളഞ്ഞു വരും. വളക്കാൻ പറ്റുന്നില്ലല്ലോ, വളക്കട്ടെ. ഇനി നിങ്ങൾ ഇതേമാതിരി വരച്ചേക്കുമ്പോൾ പ്രശ്നമാവും. ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാരണ വളച്ചു വെക്കുക, ഇത് ഇങ്ങനെ വരും, ഇതുപോലെ തന്നെ വരും. ഓക്കെ ആണോടാ? എന്നാൽ നമുക്ക് വേഗം എന്ത് ചെയ്യാം, അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. എടാ, അപ്പം നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ്ലി ചാർജ് പ്ലെയിൻ ഷീറ്റ്. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് എടുക്കുക. എൻ്റെ കയ്യിൽ നിങ്ങളുടെ ഷീറ്റ് എന്ത് ചെയ്യണം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ ഇതൊരു പ്ലെയിൻ ഷീറ്റ് ആണ്. ഇത് യൂണിഫോംലി ചാർജഡ് ആണ്, എല്ലാ ഭാഗത്തും ചാർജ് ഉള്ള ഒരു ഷീറ്റാണ്. നമ്മൾ നേരത്തെ ഒരു ലൈൻ എടുത്തല്ലോ അല്ലെങ്കിൽ ഒരു വയർ എടുത്തല്ലോ, അതും യൂണിഫോംലി ചാർജഡ് ആണ്. അത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. ഈ ഷീറ്റ് എല്ലാം ഇൻഫൈനൈറ്റ്ലി ലോങ് ആണ്. അതായത് മേലേക്ക് ഇൻഫിനിറ്റി ആണ്, സൈഡിലേക്ക് ഇൻഫിനിറ്റി ആണ്, ഇങ്ങോട്ടേക്കും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ എങ്ങനെ വരക്കും? നമുക്ക് വരക്കുമ്പോൾ ബോർഡിൽ വരക്കാൻ പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ചെറിയൊരു കണ്ടെടുക്കും. എന്ത് ചെയ്യും? അതിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ ആണോടാ? ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാലോ? ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് ഷീറ്റ് എടുക്കുകയാണ്. ഇതിലെന്താണ് നിറച്ച്, ഞാൻ സാധാരണ ഏത് ചാർജ് എടുക്കുക? പോസിറ്റീവ് ചാർജിനെ എടുക്കുക. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ്ലി ചാർജറാണ്. തൽക്കാലം ഞാൻ ഇവിടെ കുറച്ച് ചാർജ് എല്ലാ ഭാഗത്തും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇത് പോസിറ്റീവ്ലി ചാർജറാണ്. അപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കണം. ഈ ഷീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റിലാണ് എനിക്ക് എന്ത് കാണേണ്ടത്? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഒരു ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യാണ്. ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യാണ്? സെലക്ട് ചെയ്യാണ്. ആ പോയിന്റിലുള്ള എന്താണ് എനിക്ക് കാണേണ്ടത്? ഈ ആർ ഡിസ്റ്റൻസ് അകലെ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ നമ്മളത് കാണാൻ വേണ്ടി എന്ത് ചെയ്യോടാ? നമുക്കറിയാം, ആദ്യം എന്ത് ചെയ്യണം? ഒരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ആ പരിപാടിയിലേക്ക് നടക്കാം. അപ്പൊ നമ്മൾ സാധാരണ പല ആൾക്കാരും എന്ത് ചെയ്യും? ഒരു ക്യൂബ് ഇമാജിൻ ചെയ്യും. അത് ചെയ്താൽ ശരിയാണ്. പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് സിലിണ്ടർ തന്നെയാണ്. ആ സിലിണ്ടറിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ഇത് പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. നോക്കിക്കോ, ഈ സിലിണ്ടറിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന സിലിണ്ടർ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഈ ഒരു പോയിന്റിന് എസ് എന്ന് പറഞ്ഞ സർഫസ് ഏരിയ ഉണ്ടാക്കിക്കൊണ്ട്, എന്താണ് ഈ ഒരു പോയിന്റിനോട് എസ് എന്ന് പറഞ്ഞ സർഫസ് ഏരിയ ഉണ്ടാക്കിക്കൊണ്ട് എന്തിലൂടെ കടന്നു വരും? നമ്മുടെ പ്ലെയിൻ ഷീറ്റിലൂടെ കടന്നു വരും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ പ്ലെയിൻ ഷീറ്റിന്റെ ഇപ്പുറത്തേക്ക് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്താ പ്രത്യേകത നോക്കിക്കോ, ഇത് നോക്കിക്കോടാ. എന്താ പ്രത്യേകത ഞാൻ പറഞ്ഞ നോക്കിക്കോ. എന്താ ഇതിന്റെ പ്രത്യേകത? അതായത് ഈ പ്ലെയിൻ ഷീറ്റിലൂടെ കടക്കും. അത് എത്ര ഏരിയ? ഈ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും എസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടാക്കിയിട്ട് എസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടാക്കിയിട്ടാണ് എന്ത് നമ്മുടെ സിലിണ്ടർ നിൽക്കുന്നത്. അതിൻ്റെ എന്ത് ചെയ്യും? അത് നമ്മുടെ ഷീറ്റിന്റെ ഉള്ളിലേക്ക് വരും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയുള്ള ഇതാണ് എൻ്റെ ഷീറ്റ്. ഇത് ഇവിടെയാണ് പി എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. എന്നോട് എന്ത് ചെയ്യും? ഈ ഷീറ്റിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ പി എന്ന് പറയുന്നത് എനിക്ക് കുത്തു കാണുന്നില്ല. ആ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റി എസ് എന്ന് പറയുന്ന ഏരിയ സർഫസ് ഏരിയ ചുറ്റിയിട്ട് എന്ത് ചെയ്യും? ഇതിലൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇപ്പുറത്തൂടെ വരും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാര്യം മനസ്സിലായാലോ? ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ പോയിന്റിന്റെ ഉള്ളിലാക്കണം, സർഫസിലാക്കണം. ഇത് പോയിന്റിന്റെ ഏകദേശം ഉള്ളിൽ സർഫസിലും കൂടി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിനെ മൊത്തം മൂടണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ചാർജും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ ഇവിടെയൊക്കെ ചാർജ് ഉണ്ട്. അപ്പൊ എന്താണ്? ഇവിടെയൊക്കെ ചാർജ് ഉണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഇങ്ങനെയാ നിൽക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ എസ് ഏരിയ ആണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്താവൂടാ? കാരണം എന്താ ഇവിടുത്തെ ഏരിയ എസ് തന്നെയാവും. ഇവിടുത്തെ ഏരിയ എസ് ആണെങ്കിൽ എന്താടാ? ഇവിടുത്തെ ഏരിയ എസ് തന്നെയാണ്. അതെങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഏരിയ എന്താണ്? എസ് ആണ്. കാരണം യൂണിഫോംലി നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? നമ്മളെന്താ എടുത്തിട്ടുള്ളതാ? നമ്മളൊരു സിലിണ്ടർ എടുത്തിട്ടുള്ളത്. ഇതിലൂടെ എസ് ഏരിയ ഉണ്ടാക്കിയാൽ അതേപോലെയാണ്, യൂണിഫോം ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതേപോലെ തന്നെ മുറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ പുറത്തുകൂടെ
കിടക്കും. ഇത് ഇതേമാതിരി വെച്ചാൽ ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ എസ് ഇവിടെ എസ് 3 ഭാഗത്തും എസ് ഏരിയ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ ആണ് ഈ കൺസെപ്റ്റ്. അപ്പൊ നമ്മളൊരു പ്ലെയിൻ ഷീറ്റ് എടുത്തു, അത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. അതിന്റെ ആർ ഡിസ്റ്റൻസ് ആയിട്ട് പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പി എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും എസ് ഏരിയ സർഫസ് ഏരിയ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്തു. ആ സിലിണ്ടറിന്റെ പ്രത്യേകത എന്താണ്? അത് ഷീറ്റിലൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് അത് ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? നമുക്കറിയാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ലെറ്റ് നോക്കട്ടെ. എന്താണ് നമ്മൾ സർഫസിൽ നമ്മൾ ചാർജുകൾ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡെൻസിറ്റി ഉണ്ടാവുമല്ലോ. അതെന്താടാ? സർഫസ് ചാർജ് ഡെൻസിറ്റി. നേരത്തെ നമ്മൾ ലൈനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഇവിടെ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ലെറ്റ് അതിന് നമ്മൾ സിഗ്മ എന്നാണ് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ലെറ്റ് സിഗ്മ ബി ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് എന്താടാ? ഡെൻസിറ്റി. ഇതിന്റെ ഈ ഒരു ഷീറ്റിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്താടാ? നമ്മൾ എന്ത് വിളിച്ചു? അതിനെ സിഗ്മ എന്ന് വിളിച്ചു. ആ സിഗ്മന്റെ ഇക്വേഷൻ എന്താടാ? സിഗ്മ ഇസ് ഈക്വൽ ടു ഇതിലുള്ള ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ എസ്. നമ്മൾ കൺസിഡർ ചെയ്ത് എന്താണ്? എസ്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എസ്. അതായത് എസ് എന്ന് പറഞ്ഞ സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ചാർജ് ഉണ്ടാവും? സിഗ്മ എസ് ഉണ്ടാവും. 1 മീറ്റർ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ അതിൽ സിഗ്മ ചാർജ് ഉണ്ടാവും. അഥവാ നമ്മൾ എടുക്കുന്ന എസ് എന്ന് പറയുന്നതാണെങ്കിൽ അതിൽ സിഗ്മ എസ് ചാർജ് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്ര കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? ഈ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണണം. ഓക്കെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം? അത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആദ്യം കാണാം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? ഇന്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്താണ്? നോക്കിക്കേ. ഈക്വൽ ടു എന്താ? ഓരോ സർഫസിലൂടെയും നമ്മൾ കൺസിഡർ ചെയ്ത സിലിണ്ടറിന്റെ ഓരോ സർഫസിലൂടെയും ഇലക്ട്രിക് ഫ്ലക്സ് കാണാം. അതെങ്ങനെയാടാ? ഇന്റഗ്രൽ S1 E ഡോട്ട് ഡി എസ് വൺ പ്ലസ് ഇന്റഗ്രൽ S2 E ഡോട്ട് ഡി എസ് ടു എന്താണ്? പ്ലസ് ഇന്റഗ്രൽ എന്താണ്? S3 E ഡോട്ട് ഡി എസ് ത്രീ. ഇതൊക്കെ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. അതായത് എന്താണ്? ഓരോ സർഫസിന്റെയും എന്താണ് ഈ ഇലക്ട്രിക് ഫ്ലക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. S1ന്റെയും S2ന്റെയും S3ന്റെയും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫ്ലക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാ നോക്കാം? നമുക്ക് ഓരോ സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയാ നോക്കാം. നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, അതായത് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഈ ഒരു സർഫസിന്റെ എന്താണ് ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും? പുറത്തേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഏരിയ വെക്ടർ എങ്ങോട്ടേക്കാണ്? പുറത്തേക്ക്. ഈ സർഫസിന്റെ ആ സർഫസിനെ ഞാൻ DS1 എന്ന് വിളിക്കുകയാണ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ സർഫസ്. ഓക്കെ ആണ്. ഇനി ഇപ്പുറത്ത് നമ്മൾ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, ഏത്? കർവ്ഡ് സർഫസ്. ആ സർഫസിന്റെ ഏരിയ വെക്ടർ എങ്ങോട്ടായിക്കോട്ടെ? ഇങ്ങോട്ട് DS2. അതാണ് നമ്മുടെ രണ്ടാമത്തത്. ഇനി ഇപ്പുറത്തുണ്ടാവുമല്ലോ, അതെങ്ങോട്ടാണ്? അത് ഇങ്ങോട്ട് പുറത്തേക്ക്. അതാണ് DS3. അപ്പൊ 3ന്റെ ഡയറക്ഷൻ മനസ്സിലായാലും എന്താ സംഭവിച്ചത്? ഇവിടെ ഉള്ളത് DS1, ഇവിടെ ഉള്ളത് DS2, ഇവിടെ ഉള്ളത് DS3. എല്ലാത്തിനും പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഓരോ സ്ഥലത്ത് ഏരിയ കിട്ടും. ഇനി നമുക്ക് അവിടെയൊക്കെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും വേണ്ടേ? നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താണ്? ഔട്ട്വേർഡ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടുന്ന് എന്താണ്? ഔട്ട്വേർഡ്. അതായത് എന്താണ്? എങ്ങോട്ടാണ് ഉണ്ടാവുക? നോക്കിയത് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ പോയിന്റിൽ എങ്ങോട്ടാണ് ഉണ്ടാവുക? ഈ ഒരു സർഫസിൽ ഇത് ഇങ്ങോട്ട് തന്നെയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇത് ഇങ്ങോട്ട്. ഇനി ഈ ഒരു സർഫസിൽ എങ്ങോട്ടുണ്ടാവുക? ഇത് ഇങ്ങോട്ടാണോ? അല്ല, ഏത് സ്ഥലത്തു നിന്നാണോ അവിടുന്ന് പുറത്തേക്ക്. ഏത് പോയിന്റ് എടുക്കുന്നത് അവിടുന്ന് പുറത്തേക്കാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഇങ്ങോട്ട് പുറത്തേക്ക്. പോയിന്റ് എടുക്കുന്നു, അവിടുന്ന് പുറത്തേക്ക് നമ്മൾ പറയാം. പോയിന്റ് എടുത്ത സ്ഥലത്ത് പോയിന്റിൽ നിന്ന് പുറത്തേക്ക്. ഇവിടെ എടുത്ത സർഫസ് ഇതാണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക്. ഇവിടെ എടുത്ത സർഫസ് ഇതാണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക്. ഇവിടെ എടുത്ത സർഫസ് ഇതാണെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക്. എല്ലാം പുറത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ? ഇവിടുത്തെ θ1 എന്താണ്? അത് 0 ഡിഗ്രിയാണ്. θ2 എന്താണ്? അതും എന്താണ്? 90 ഡിഗ്രിയാണ്. θ3 എന്താണ്? അത് 0 ഡിഗ്രിയാണ്. 3 ആംഗിൾ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ DS1 എന്ത് ചെയ്യാം? ഈ DS1 cos θ എന്ന് എഴുതിക്കൂടെ? അപ്പൊ എന്താണ്? ടോട്ടൽ ഇന്റഗ്രൽ ഈ DS ഇസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ഓഫ് സർഫസ് 1 എന്താണ്? ഈ DS1 cos θ എത്രയാടാ? നോക്കിയേ. cos 0 ആണ്. അതെന്തായി? cos 0 ആയി. പ്ലസ് ഇനി എന്താ പരിപാടി? രണ്ടാമതും അതുപോലെ ചെയ്യാം. S2 എന്താടാ? ഈ DS2 കോസ് എന്താടാ? രണ്ടാമത് സർഫസ് എടുത്ത് അവിടെ എന്താടാ? 90 ഡിഗ്രി.
പ്ലസ് മൂന്നാമത്തെ എടുത്തേടാ S3 എന്താണ് EDS cos 0 ആണല്ലോ. മൂന്നാമത്തെ എന്താണ് 0 ആണ്, EDS3 ആണ്. ഓക്കെ ആണ്. അപ്പൊ ആരൊക്കെ 0 ആയി പോകും? ആ cos 90 ഉള്ള ആൾ ഇങ്ങനെ അങ്ങ് 0 ആയി പോകും. ഓക്കെ ആണ്. ബാക്കി ആരാളുള്ളത് നോക്കിയേ, ബാക്കി ആരാളുള്ളത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് E ഡോട്ട് ds is equal to എന്താണ് നോക്കിക്കേ ഇന്റഗ്രൽ S1 EDS1 cos 0 എന്താ EDS1 ആണ്, കാരണം cos 0 1 ആണ്. അപ്പൊ എന്താണ് 1 into EDS1 എന്ന് പറയുമ്പോൾ EDS1 പ്ലസ് ഇന്റഗ്രൽ S2 എന്താണ്, ഇന്റഗ്രൽ S2 എന്താണ് ഇനി EDS3 എന്താണ് cos 0 അത് 1 ആണ്. EDS3 എന്ന് വിളിക്കാം. നമുക്ക് എന്താണ് ഇന്റഗ്രൽ എന്താണ് EDS3 എന്ന് വിളിക്കാം. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യത്തിലേ ഉള്ളൂ, ഇവിടുന്ന് എന്താണ് ഈ ഒരു കർവ്ഡ് സർഫസിൽ ആരൊക്കെ ഉണ്ടാക്കുക? ഈ രണ്ട് സർഫസിലുമാണ് നമുക്ക് കാണേണ്ടത്. ആരെയാണ് നമുക്ക് കാണേണ്ടത്? ഇനി എന്ത് ചെയ്യാം? ഇനി ഇന്റഗ്രൽ ഡി എന്താണ്, നമുക്ക് ഈനങ്ങ് പുറത്തേക്ക് കൊടുക്കാം. നമുക്ക് കാണേണ്ട ആൾ ഈ ആണ്. അപ്പൊ ഈനങ്ങ് പുറത്തേക്ക് എടുക്കാം. ഇനി എന്താ പരിപാടി? ഈനങ്ങ് പുറത്തേക്ക് എടുക്കാം. സോറിടാ, ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റഗ്രൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ് ഈ ഈനങ്ങ് പുറത്തേക്ക് എടുത്താൽ ബാക്കി S1 ds1 പ്ലസ് ഇവിടെ ഈനങ്ങ് പുറത്തേക്ക് എടുത്താൽ ഇന്റഗ്രൽ S2 S3 ds3. നമുക്ക് ഇനി ഒരു കാര്യം അറിയാം, ഇതിന്റെ സർഫസ് ഏരിയ S ആണ്. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താടാ, ചെറിയ ഒന്നാമത്തെ സർഫസിലെ ചെറിയ ചെറിയ ഏരിയ കൂട്ടി വെച്ച് എന്ത് ചെയ്യും? ആ മൊത്തം സർഫസ് കിട്ടും. ആ മൊത്തം സർഫസ് എത്രയാടാ? S ആണ്. ഒന്നാമത്തെ സർഫസ് ഏതാണ്? ഇതാണ്, ഈ കർവ്ഡ് സർഫസ് ആണ്. അപ്പൊ മൊത്തം സർഫസ് കൂട്ടിയാൽ S കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരടാ? ഇന്റഗ്രൽ S1 ds1 എന്താണ്? ഇതിലുള്ള ചെറിയ ചെറിയ ഏരിയ കൂട്ടി കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂട്ടി കഴിഞ്ഞാൽ കിട്ടും, ഇതിന്റെ മൊത്തം സർഫസ് ഏരിയ കിട്ടും. അത് നമ്മൾ S ആക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പ്ലസ് അതുപോലെ തന്നെയാണ് ഇവിടെയും, ഇതിലുള്ള ചെറിയ ചെറിയ ആൾക്കാരെ കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? അതിന്റെ മൊത്തം സർഫസ് ഏരിയ കിട്ടും, അതും S ആണ്. സോ ES എന്ന് കിട്ടും. അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് EDS is equal to എന്താടാ 2ES എന്നായി പോയി. EDS is equal to എന്താടാ 2ES ആയി പോയി. എന്തായി പോയി? 2ES ആണ്. ഓക്കെ ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. എന്തായി പോയി? 2ES ആയി പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താടാ? ബൈ ഗോസസ് ലോ. ഗോസസ് ലോ അങ്ങ് അപ്ലൈ ചെയ്യാം. ബൈ ഗോസസ് ലോ എന്താണ്? ഗോസസ് ലോ പ്രകാരം എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു എന്താണ്? Q by epsilon 0. Q by epsilon 0. നമ്മൾ എടുത്തിരിക്കുന്ന ചാർജ് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് കിട്ടുന്ന ചാർജ്, ഈ സർഫസിനുള്ളിൽ ഉണ്ടാവുന്ന ചാർജ് S ഏരിയയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഞാൻ ചോദിക്കട്ടെ, നോക്കിയേ, ഇങ്ങനെ നോക്കി, ഇതാണ് സർഫസ്. ഈ സർഫസിൽ മൊത്തം ചാർജ് ഉണ്ട്. നോക്കിയാടാ, ഇത് ഇങ്ങനെ പോവാണ്. അപ്പം ഇതിൽ ചാർജ് ഇപ്പൊ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇവിടെ മൊത്തം ചാർജ് ഉണ്ടാവോ? അതോ ഇത് മൊത്തം ചാർജ് ഉണ്ടാവോ? ഇല്ല. ഏത് ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, ഈ ഒരു ഏരിയയിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ഈ S എന്ന് പറയുന്ന ഏരിയയിൽ മാത്രമല്ലേ. ബാക്കിയൊക്കെ ഇതിന്റെ പുറത്തല്ലേ? ബാക്കിയൊക്കെ ഇതിന്റെ ഇത് ഉള്ളിലായി തോന്നും, പക്ഷെ ബാക്കിയൊക്കെ ഇതിന്റെ പുറത്താണ്. അപ്പൊ ഈ S എന്ന് പറയുന്ന ഏരിയയിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമ്മുടെ ചാർജ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ചാർജ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ S എന്ന് പറയുന്ന ഏരിയയിലുള്ള ചാർജിന് നമുക്ക് എന്ത് കിട്ടി? Q സിഗ്മ S എന്ന് കിട്ടിയില്ലേ? Q സമം സിഗ്മ S. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore എന്താണ് ടോട്ടൽ ഇന്റഗ്രൽ എന്താണ്? EDS is equal to എന്താണ് സിഗ്മ S ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇത് 2 എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷന്റെയും LHS സെയിം ആയതുകൊണ്ട് RHS ഈക്വൽ ആണെന്ന് പറയാം. അപ്പൊ എന്ത് പറയാം? ഫ്രം ഇക്വേഷൻ 1 and 2. ഫ്രം ഇക്വേഷൻ 1 and 2 ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാടാ? 2ES എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആടാ? സിഗ്മ S ബൈ എപ്സിലോൺ 0ക്ക് ഈക്വൽ ആണ്. എസും ക്യാൻസൽ ആയി. Therefore E is equal to എന്താടാ? നോക്കിക്കേ, ഇതിങ്ങനെ പോകും. സിഗ്മ ബൈ എപ്സിലോൺ 0 2 എപ്സിലോൺ 0 എന്തിനാ ഈക്വൽ? ഈ ഈനോട് നിർത്തി സിഗ്മ ബൈ എപ്സിലോൺ 0 ഓൾറെഡി ഉണ്ട്. 2 അടിയിലേക്ക് പോകുമ്പോൾ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്താണ്? ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാലോ. എന്താണ്? ഒരു പ്ലെയിൻ ഷീറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡന്റ്
ഓഫ് എന്താണ് ആറിന് ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ആറിനനുസരിച്ച് ആറും ഇയും തമ്മിൽ എന്താ കോൺസ്റ്റന്റ് ആണ്. അതായത് എന്ത് ചെയ്യുക, ഈ മാറുമ്പോൾ ആറിനൊരു വ്യത്യാസമില്ല, ആറിനും ഇക്ക് ഒരു ബന്ധമില്ല, കാരണം ഇക്വേഷനിൽ ആറിനൊരു ബന്ധമില്ല. അപ്പൊ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം ആറും ഇയും തമ്മിൽ എന്താണ് ഒരു ബന്ധമില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ആണ്. അതായത് ഡിസ്റ്റൻസ് എത്ര കൂടിയാലും ഇലക്ട്രിക് ഫീൽഡിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിക്ക് എന്തില്ല ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടോ, അതായത് എസ് സർഫസ് ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ചാർജ് സിഗ്മ എസ് ആണ്. നമ്മൾ എടുത്ത കാര്യങ്ങൾ 3 സർഫസ് കൺസിഡർ ചെയ്തു, കാരണം 3 സർഫസ് അതിനുള്ളൂ, ഒരു കർവ്ഡ് സർഫസ്, ഒരു അപ്പർ സർഫസ്, ഒരു ലോവർ സർഫസ് ഉള്ളത്. അതിന് 3 സർഫസിലെയും ഇലക്ട്രിക് ഫീൽഡ് കൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോന്നിന്റെ ഈ ആംഗിൾ ഇതൊക്കെ എടുത്ത് ഇവിടെ നിന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അതായത് ഈ ഷീറ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചാർജ് അല്ലേ, ഇവിടുന്ന് പുറത്തേക്ക്, ഇവിടുന്ന് പുറത്തേക്ക്, ഇവിടുന്ന് പുറത്തേക്ക്, ഇവിടുന്ന് പുറത്തേക്ക്, അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടുന്ന് ഏത് ഭാഗത്താണ് ഏത് സർഫസ് ആണോ വേണ്ടത് അവിടുന്ന് പുറത്തേക്കാണ് നമ്മൾ എടുക്കുക ഇലക്ട്രിക് ഫീൽഡ് എന്ന് മനസ്സിലാക്കുക. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. അതെന്ത് കിട്ടിയടാ, ഇന്റഗ്രൽ DS1 ഈ ചെറിയ ചെറിയ സർഫസ് കൂട്ടി ചെയ്യുന്ന മൊത്തം സർഫസ് ഇട്ടു, അത് എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത് 2s കിട്ടി. ഗോസ് ലോ പ്രകാരം ചെയ്യും. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, വേഗം മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. നിങ്ങൾ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. ഞാൻ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് അല്ല, അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് അകലെയാണെന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇത്രേ ഉള്ളൂ. ഇതിന് ഞാൻ മറന്നു പറഞ്ഞാണ്, ഞാൻ അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തന്നു, സെന്ററിൽ നിന്നാണ് കാണിച്ചു തന്നത്, പക്ഷെ ഇതിൽ വരക്കാൻ വിട്ടുപോയതാണ്. അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് അകലെയാണ് എന്തുള്ളത്, നമ്മുടെ പോയിന്റ് ഉള്ളത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ മതി. ഓക്കെ ആണോടാ? ഓക്കെ എടാ, അപ്പൊ നമ്മുടെ മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിലെന്താടാ, ഒരു മിനിറ്റ് ഇതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ, പേനൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂടാ. ഇതിൽ നമുക്ക് എന്താണ് പേൻ എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിലെന്താടാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ഹോളോ സ്ഫെറിക്കൽ ഷെല്ല്. ഒരു സ്ഫെറിക്കൽ ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ അത് ചാർജ്ഡ് ആണ്, അത് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതിൽ തന്നെ നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ഷെല്ലിന്റെ പുറത്തൊരു പോയിന്റ് എടുക്കുന്നതും, ആ ഷെല്ലിന്റെ സർഫസിൽ ഒരു പോയിന്റ് എടുത്താനുള്ള കേസും, ആ ഷെല്ലിന്റെ ഇൻസൈഡ് ഒരു പോയിന്റ് എടുത്താനുള്ള കേസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ കേസായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെല്ല് പഠിക്കാം. ഔട്ട്സൈഡ് ദ ഷെല്ലിന്റെ ഔട്ട്സൈഡ് ഒരു പോയിന്റ് എടുത്താനുള്ള കേസ് ആദ്യം പഠിക്കാം. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യം നമുക്ക് ഇവിടെ എഴുതാം. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെല്ല് എടുക്കുകയാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഫിയർ ആക്കി വരക്കണം. അപ്പൊ ഇതെന്താണ്, ചാർജഡ് ആണ്. നമ്മൾ പറഞ്ഞ യൂണിഫോംലി ചാർജഡ് ആണ്. ഞാൻ ഇവിടെ എടുക്കുന്ന ചാർജ് ഏതാ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോസിറ്റീവ് ആണ്. ഞാൻ ഇത്ര ടൈം പോസിറ്റീവ് തന്നെ എടുത്തത്. സോ പോസിറ്റീവ് ചാർജ് ആണ്. ഈ സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. സ്ഫിയറിന്റെ റേഡിയസ് എന്താണ്, ക്യാപിറ്റൽ R ആണ്. ഈ ഒരു സ്ഫിയറിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് അകലെ, ഈ സ്ഫിയറിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഔട്ട്സൈഡ് ആയതുകൊണ്ട് എന്താണ്, P എന്ന് ഈ ഒരു പുറത്ത് നമ്മളൊരു പോയിന്റ്, സ്ഫിയറിന്റെ പുറത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. അത് ഒരു r ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഒരു സ്ഫിയർ തന്നെയാണ്. ഈ സ്ഫിയറിനെ മൂടാൻ പറ്റിയ മറ്റൊരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇതെന്താണ്, ഗോസിയൻ സ്ഫിയർ ആണ് നമ്മുടെ ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഒരു കാര്യം പറയാലോ, ഞാൻ ഇവിടെ സ്ഫിയറിന്റെ സർഫസിലാണ്, സ്ഫിയറിന്റെ ഉള്ളിലല്ലേ, സർഫസിലാണ് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്ത് പറയടാ, ലെറ്റ് എന്താണ് സിഗ്മ ബീത എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്റെ സർഫസ് ചാർജ്, അതായത് ഇവിടെ എന്താണ്, ഈ സ്ഫിയറിന്റെ ചുറ്റുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അത് സിഗ്മ ആണെന്ന് എനിക്ക് പറഞ്ഞൂടെ. അങ്ങനെയാണെങ്കിൽ സിഗ്മക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താണ് നമ്മുടെ ഇക്വേഷൻ, ചാർജ് ബൈ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള സർഫസ് ഏരിയ. ഇതാണ്, ഈ സ്ഫിയറിന് ചുറ്റുമാണ് നമ്മൾ, നല്ല ശ്രദ്ധിച്ചോ, ഈ സ്ഫിയറിന് ചുറ്റുമാണ് എന്തുള്ളത്, ചാർജുകൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ സ്ഫിയറിന്റെ ഏരിയ കൺസിഡർ ചെയ്താൽ പോരടാ. അപ്പൊ എന്താ സ്ഫിയറിന്റെ ഏരിയ, 4π റേഡിയസിന്റെ സ്ക്വയർ. ഇത് എടുക്കരുത്, നമ്മൾ ഏത് സ്ഫിയറിന്റെ ചുറ്റുമാണ് ചാർജ് ഉള്ളത് നോക്കി, ഈ ഒരു സ്ഫിയറിന്റെ ചുറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എടുക്കുക, 4πr² ആണ്. അതിൽ നിന്ന് Q സമയം എന്തെന്ന് എഴുതാൻ നോക്കിക്കേ, സിഗ്മ 4πr² എന്ന് എഴുതിക്കൂടെ. ഇത് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഇനി എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡെറിവേഷനിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ സർഫസ് കൺസിഡർ ചെയ്യും. ഇവിടെ ആകെ ഒറ്റ സർഫസ് ഉള്ളൂ, വേഗം പണി തീരും. അപ്പൊ എന്താണ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ്,
ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്താടാ നോക്കിയേ എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതിക്കൂടാ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതിക്കൂടാ ഞാൻ നേരിട്ട് ഇക്വേഷൻ കൊടുക്കുകയാണ് കാരണം ഇവിടെ ഇ ഡി എസ് 1 ഇ ഡി എസ് 2 ഒന്നും എഴുതാനില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്താം ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം കാരണം ഇവിടെ ഒറ്റ സർഫസേ ഉള്ളൂ ഓക്കെ ആണോ അങ്ങനെയാണെങ്കിൽ നോക്കിയടാ ഇവിടെ നോക്കിയേ ഈ ഒരു സർഫസിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും ഇത് നമ്മൾ ഏത് സർഫസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇമാജിനറി സർഫസിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൽ എവിടെ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ് പോസിറ്റീവ് ചാർജ് ആയത് കാരണം ഔട്ട് സൈഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്ന സർഫസ് ഏരിയ വെക്ടർ എങ്ങോട്ടാണ് അതും ഇതിന് ഔട്ട് സൈഡ് ആയിരിക്കും നോക്കിയേ എങ്ങോട്ടാ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് നോക്കി ആ പോയിന്റിന് എന്ത് വരച്ചാൽ മതി പെർപെൻഡിക്കുലർ വരച്ചാൽ മതി ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി തൽക്കാലം ഞാൻ അങ്ങനെ കാണിച്ചു തരാം നോക്കിയത് സ്ഫിയർ ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരക്കുക ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരക്കുക ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരക്കുക ഇങ്ങനെ എവിടെയാണ് ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങ് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ഡി എസും ആ ഡയറക്ഷനിൽ അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡി എസിന്റെ ഇടയിലുള്ള ആംഗിളാണ് തീറ്റ ആ തീറ്റ എന്താണ് ഇവിടെ നിങ്ങൾ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇതും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ് നമ്മൾ താൽക്കാലിക ഒരു പോയിന്റ് കാണിച്ചു തന്നു അതായത് നമ്മൾ കൺസിഡർ ചെയ്ത സ്ഫിയറിന്റെ ചെറിയൊരു ഏരിയ നമ്മളിവിടെ കൺസിഡർ ചെയ്താനുള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ ആണോ ചെറിയ ഏരിയ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി എസ് അങ്ങോട്ടാണ് പിന്നെ ഇലക്ട്രിക് ഫീൽഡും അങ്ങോട്ടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം കോസ് 0 അത് 1 ആയി പോയി ബാക്കി ആരാണുള്ളത് നോക്കിയേ ഇന്റഗ്രൽ ഇ ഡി എസ് മാത്രമേ ഉള്ളൂ കാരണം കോസ് തീറ്റ കോസ് 0 അത് 1 ആയി പോയി ഇന്റഗ്രൽ ഇ ഡി എസ് മാത്രമേ ഉള്ളൂ നോക്കിയാൽ അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതെന്തായി പോയി ഇ ഡി എസ് ആയി പോയി ഇനി എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താണ് ഇ ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ് നോക്കിയേ ഈ രംഗ് പുറത്തെടുക്കും കാരണം എല്ലാ ഭാഗത്തും എന്താവും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവും ബാക്കി ഇന്റഗ്രൽ എന്താണ് ഡി എസ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്കറിയാം ഇതിന്റെ ഈ ഒരു ചെറിയ ഈ മൊത്തം സർഫസിലെ ഈ വലിയ സ്ഫിയറിനാണ് നല്ല പറഞ്ഞു ശ്രദ്ധിച്ചോ ഈ വലിയ സ്ഫിയറിൽ ഒരു ചെറിയ ഭാഗമാണ് ഡി എസ് അങ്ങനെയാണെങ്കിൽ ആ ഡി എസിനെ മൊത്തം ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ഡി എസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കിട്ടും ഈ വലിയ സ്ഫിയറിന്റെ മൊത്തം ഏരിയ കിട്ടുമല്ലോ ആ വലിയ സ്ഫിയറിന്റെ മൊത്തം ഏരിയ എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്താണ് വലിയ സ്ഫിയറിന്റെ മൊത്തം ഏരിയ എന്താണ് നമുക്കറിയാം എന്താണ് 4π ഏതാണോ റേഡിയസ് അതിന്റെ സ്ക്വയർ ഈ വലിയ സ്ഫിയറിന്റെ റേഡിയസ് r ആണ് സോ 4πr². ഇതാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈ ഒരു സർഫസിലുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി ഈ 4πr² കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം ബൈ ഗോസസ് ലോ ഗോസസ് ലോ പ്രകാരം എന്താണ് ബൈ ഗോസസ് ലോ എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു എന്താണ് നോക്കിയേ Q by epsilon 0 ആണ് അപ്പൊ എന്ത് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യാം Q by epsilon 0 നമുക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതും ഈക്വൽ ആക്കി കൂടെ കാരണം LHS ഈക്വൽ ആണ് സോ RHS ഈക്വൽ ആണ് ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്രം ഇക്വേഷൻ 1 and 2 ഒന്നും രണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ 4πr² is equal to എന്താണ് Q by epsilon 0 ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടുന്ന് ഇതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി കൂടാ ഈ is equal to എന്താണ് ഈ 4πr² അങ്ങ് പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് 1/4π∈0 Q by r² എന്ന് എഴുതിക്കോട്ടെ നോക്കിയേ എന്നാൽ ഓൾറെഡി 1/ε0 അവിടെ ഉണ്ട് അതിന്റെ അടുത്ത് Q by epsilon 0 ആണ് എന്താണ് ഞാൻ ഒന്നും കൂടി സെറ്റപ്പ് ആക്കി എഴുതുമ്പോൾ എന്ത് ചെയ്യണോ ഈ 4π താഴേക്ക് പോകും അപ്പൊ എന്താണ് 4π∈0 താഴെ പിന്നെ ആരുണ്ട് മേലെ Q ഉണ്ട് ആ r² താഴെ പോകും Q by r² ഇത് നമ്മൾ എന്തിന്റെ ഇക്വേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് അപ്പൊ എന്താണ് അതായത് സ്ഫിയറിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് എന്തുപോലെ ബിഹേവ് ചെയ്യോടാ ഒരു പോയിന്റ് ചാർജ് പോലെ ബിഹേവ് ചെയ്യും ഇതാണ് ഇക്വേഷൻ പക്ഷെ പല ടീച്ചർമാർ വേറൊരു ഇക്വേഷൻ കൂടി പഠിപ്പിക്കാറുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം ഓർ വേറൊരു കൺസെപ്റ്റും കൂടി ഉണ്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക ബൈ ഗോസസ് ലോ എന്താണ് നമ്മൾ ഗോസസ് ലോന്റെ അവിടുത്തെ ചെറിയൊരു മാറ്റം വരുത്താണ് ഗോസസ് ലോ പ്രകാരം എന്താണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡി എസ് അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എന്താണ് Q by epsilon 0 ആണ് നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്ന എസ് സർഫസ് അതായത് എന്താ നമ്മളിവിടെ പറഞ്ഞല്ലോ 4πr² എന്ന് പറയുന്ന സർഫസിന് 4π ഈ ഒരു സർഫസിന് ചുറ്റുമുള്ള ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് അവിടെയുള്ള ചാർജ് എന്താണ് ഇ ഡി എസ് ഇസ് ഈക്വൽ ടു എന്താണ് അവിടെയുള്ള ചാർജ് എന്താണ് ഓക്കെ ഈ ഒരു സർഫസിലുള്ള ചാർജ് എന്താണ് നോക്കിയേ സിഗ്മ 4πr² നോക്കിയേ സിഗ്മ 4πr² ഡിവൈഡഡ് ബൈ
എന്താണ് എപ്സിലോൺ 0. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷന്റെ LHS സെയിം അല്ലേ? അപ്പൊ എന്താണ് ഫ്രം ഇക്വേഷൻ 1 and 3 ഒന്നാമത്തെയും മൂന്നാമത്തെ ഇക്വേഷൻ പ്രകാരം എന്താടാ നോക്കിയേ, ഈ 4πr² എന്തിന് ഈക്വൽ ആകൂടാ? ഈ 4πr² ഈക്വൽ ടു എന്താടാ സിഗ്മ 4πr²/ε0 ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 4πയും ക്യാൻസൽ ചെയ്ത് കളയാം. therefore E is equal to എന്താടാ സിഗ്മ/ε0 അവിടെ ഉണ്ട്. പിന്നെ r² എന്താണ് ഈ സ്മോൾ r² ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, ഇതാണ് ചില ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുക്കാറുള്ള ഇക്വേഷനും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോടാ? അപ്പൊ എന്താ സംഭവിച്ചത് നോക്കിയേ, നമുക്കറിയാം ഈ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിന് ചുറ്റുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പം ഈ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ ഈ സർഫസിനോട് ചുറ്റുള്ള ചാർജ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ × 4πr² ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂക്ക് പകരം നമുക്കറിയാം ചാർജ് എവിടെയുള്ളൂ, ഈ ഒരു ഭാഗത്തേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ക്യൂക്ക് പകരം എന്ത് ചെയ്യാടാ 4πr² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്കറിയാം എന്ത് ഇങ്ങനെ വന്ന് ഈ ഇക്വേഷനും കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാടാ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? അപ്പൊ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും? ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മൾ നേരത്തെ വെച്ചില്ല, ഒന്നും കൂടി വളവ് കൂടി നല്ലോണം വളഞ്ഞ് ഇങ്ങനെ വരും, നല്ലോണം വളഞ്ഞു വരും. ഓക്കെ ആണോടാ? ഇതാണ് നമ്മുടെ ഇയും ആറും തമ്മിലുള്ള ഗ്രാഫ്. ഇയും ആറും തമ്മിലുള്ള ഗ്രാഫ് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. അപ്പം ഇതാണ് നമ്മുടെ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെൽ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് പോയിന്റ് ഓൺ ദ സർഫസ് ഉണ്ട്, പോയിന്റ് ഇൻസൈഡും കൂടി ഉണ്ട്. ഈ രണ്ട് കൺസെപ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം കൂളംസ് ലോയുടെ ഡെറിവേഷൻ കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അപ്പം എന്ത് ചെയ്യാം, വേഗം ഇൻസൈഡോ സർഫസ് ഏതെങ്കിലും ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ രണ്ടാമത്തേതായിട്ടുള്ള പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ഷെല്ല് ഞാൻ എന്ത് ചെയ്യാം, നേരത്തെ കൺസിഡർ ചെയ്തായി ആ ഷെല്ല് കൺസിഡർ ചെയ്യാണ്. നോക്കിക്കോ, എന്താണ് ആ ഷെല്ല് കൺസിഡർ ചെയ്യാണ്. ആ ഷെല്ല് എന്താണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. എന്താണ് നമുക്ക് ചാർജ്ഡ് ആണ്, യൂണിഫോംലി ചാർജ്ഡ് ആണ്. അതിന്റെ പുറത്തേ ഉള്ളൂ ചാർജ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ സർഫസിൽ ഇതിന്റെ റേഡിയസ് ഞാൻ ആറാക്കി എടുക്കുകയാണെങ്കിൽ, ഇതിന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആറാക്കി എടുക്കുകയാണ്, ഇതിന്റെ സർഫസിലാണ് പി എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ സ്മോൾ ആർ ആക്കി എടുത്തത്. സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആണല്ലോ. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാമല്ലോ, ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ആണ്. എന്താണ് സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ ആർ? കാരണം ഈ ഡിസ്റ്റൻസും സെയിം ആണ്. പി സർഫസിലാവുമ്പോഴുള്ള പ്രത്യേകത ഇടക്കിടക്ക് ചോദിക്കും എക്സാമിന്, എന്താണ് പ്രത്യേകത? ഈ സ്മോൾ ആർ ഇസ് ഈക്വൽ ടു എന്താണ് ക്യാപിറ്റൽ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. എന്താണ് ഈ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂടാ, ഈ r² പകരം ഈ ക്യാപിറ്റൽ ആർ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ ഈ is equal to എന്താണ് സർഫസിലാണെങ്കിൽ എന്താണ് സ്മോൾ ആർ ഈക്വൽ ടു എന്താണ് ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. സ്മോൾ ആർ ഈക്വൽ ടു എന്താണ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ സ്മോൾ ആറിന്റെ പകരം എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ആർ ഇട്ട് കൊടുക്കാം. 1/4πε0 q/r². ഇതൊരു ഇക്വേഷൻ ആണ്, ഇത് പഠിച്ചാലും മതി. അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ നമ്മൾ രണ്ടാമത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, അത് പ്രകാരമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എന്താണ് ഈ is equal to എന്താണ് σ/ε0 ഇൻറ്റു r². സ്മോൾ r² പകരം ആരിട്ട് കൊടുക്കാം, സ്മോൾ ആർ ക്യാപിറ്റൽ ആറിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ r² എടുക്കാം. ഇത് 1 ആയി പോയി. ഈ is equal to എന്താണ് σ/ε0. ഇലക്ട്രിക് ഫീൽഡ് is equal to എന്തായി σ/ε0. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്താണ് എന്തുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചു? ഇത് പിയിലാണ്. നമുക്കൊരു കാര്യം അറിയാം, എത്ര ഡിസ്റ്റൻസ് എടുത്താലും അവിടെ ഉള്ള ഇക്വേഷൻ അറിയാം, അതിതാണ്. അപ്പൊ നമ്മൾ സർഫസിലാക്കിയപ്പോൾ സെയിം ഇക്വേഷനിൽ എന്ത് മാത്രം വ്യത്യാസം വന്നത്, സ്മോൾ ആർ ആറിന് ഈക്വൽ ആണ്. കാരണം സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അപ്പൊ സ്മോൾ ആർ എന്താണ് ആറിന് ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്താണ് എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നു എന്നുള്ളതിൽ എന്തില്ല ഇവിടെ കാര്യമില്ല. നമുക്കൊരു കാര്യം മനസ്സിലായി. ഓക്കെ ആണോ? ഇനി ഷെല്ലിന്റെ അകത്താണെങ്കിലോ നമ്മൾ പോയിന്റ് എടുക്കുന്നത്, അതായത് ഇങ്ങനെയാണെങ്കിലോ ഞാൻ ആ ഷെല്ല് വരക്കുകയാണ്. ആ ഷെല്ല് എന്താണ് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ആ ഷെല്ല് എന്താണ് യൂണിഫോംലി ചാർജ്ഡ് ആണ്. നോക്കിയേ, യൂണിഫോംലി ചാർജ്ഡ് ആണ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു പോയിന്റ് എടുക്കുകയാണ്. ഇതിന്റെ റേഡിയസ് എന്താണ് ക്യാപിറ്റൽ ആർ തന്നെയാണ്. ഞാൻ ഇതിന്റെ അകത്ത് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, നമ്മൾ ഇത്ര പിയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ ആക്കിയിട്ട് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ പി എന്ന്
പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സർഫസിലായതുകൊണ്ട് ഓൾറെഡി എന്തുണ്ട്, നമുക്ക് ഈക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തുണ്ട്, ആ സ്ഫിയറിന്റെ കൂടെ തന്നെയാണ്, ആ സ്ഫിയർ തന്നെയാണ് എന്ത്, അതിന്റെ ഇമാജിനറി സർഫസ് എന്ന് പറയുന്നത്. ഇവിടെ ഇമാജിനറി സർഫസ് നമ്മൾ എന്ത് ചെയ്യണം, വേറെ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. നോക്കിയാൽ ഇങ്ങനെയാണ് അതിന്റെ ഇമാജിനറി സർഫസ് വരിക. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇമാജിനറി സർഫസിന്റെ റേഡിയസ് ആണ് സ്മോൾ ആറ്, നമ്മുടെ മൊത്തം ചാർജ് സർഫസിന്റെ ഏരിയ ക്യാപിറ്റൽ ആറ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഈക്വേഷൻ പറ്റുമോ? ഈ ഈക്വേഷൻ ഉപയോഗിച്ച് എന്തായാലും കിട്ടുള്ളൂ, Q/r². അപ്പൊ ഈക്വേഷൻ കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗോസസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. ഗോസസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. ഗോസസ് ലോ പ്രകാരം എന്താ ഇക്വേഷൻ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു എന്താണ്? Q/ε0. പക്ഷെ നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം. നോക്കിയടാ, ഇത് ഇൻസൈഡ് ചാർജ്, Q ഇൻസൈഡ് ബൈ ε0 ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി സർഫസിനകത്തുള്ള ചാർജാണ് ഈ Q ഇൻസൈഡ് എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇമാജിനറി സർഫസ് ഇതാണ്. അതിനകത്ത് എന്തുണ്ട്, ചാർജ് ഉണ്ടോ? നോക്കിയടാ, അതിനകത്ത് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇത് 0 ആണ്. അതായത് ക്ലോസ്ഡ് ഇന്റർവെൽ E.ds എന്താണ്? അത് 0 ആയിപ്പോയി. കാരണം 0 എന്ത് വന്നാലും അത് 0 ആണ്. കാരണം ഇതെന്തായി പോയി, ഇത് 0 ആയി പോയതുകൊണ്ടാണ്. ഓക്കെ ആണോടാ? നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. കാരണം ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. അപ്പൊ എന്താണ്, ആരാവും 0? അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സർഫസ് ഏരിയ നോക്കിയടാ, ഇവിടെ DS 0 അല്ല. കാരണം ഇവിടെ നമുക്കറിയാം ഇവിടെ സർഫസ് ഏരിയ ഉണ്ട്, ഓൾറെഡി ആരുണ്ട്, സർഫസ് ഉണ്ട്. അപ്പൊ അതിന് ഏരിയ ഉണ്ടാവും, ഏരിയ വെക്ടർ ഉണ്ടാവും. ഓക്കെ ആണ്. അപ്പൊ എന്താവൂല, ആര് 0 ആവൂല, ഇങ്ങനെ 0 ആവൂല. അപ്പൊ ആരെ 0 ആവുള്ളൂ? ഈസ് ഈക്വൽ ടു എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0 ആവുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എത്തിയോടാ. DS 0 ആവൂല, കാരണം ഓൾറെഡി അവിടെ സർഫസ് ഉണ്ട്. ആ സർഫസിന് ഒരു ഏരിയ വെക്ടർ ഉണ്ടാവും, അതായത് ഏരിയ ഉണ്ടാവും. 4πr² ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ എന്താണ്, ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് എവിടെ 0 ആവുള്ളൂ. അതായത് നിങ്ങൾ എന്താണ്, ഒരു ഹോളോ കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഒരു ഹോളോ സ്ഫെറിക്കൽ ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ അകത്താണ് ഒരു പോയിന്റ് നിങ്ങൾ എടുത്തതെങ്കിൽ, അതിനുള്ളിൽ എന്തുണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതായത് ചാർജിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ചോദ്യം വരാറുണ്ട്, നിങ്ങൾ ഇടി വെട്ടുമ്പോൾ പുറത്ത് നിൽക്കുന്നതാണോ കാറിലിരിക്കുന്നതാണോ സേഫ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ പുറത്തിരിക്കുമ്പോൾ നേരെ തട്ടാനുള്ളതായിരുന്നു. നമ്മൾ പുറത്തൊരു പോയിന്റ് എടുത്തപ്പോൾ, ഏത് ഷെല്ലിന്റെയും പുറത്തൊരു പോയിന്റ് എടുത്തപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഒരു ഷെല്ലിന്റെ അകത്ത്, ഒരു ഹോളോ കണ്ടക്ടറിന്റെ അകത്ത് ഒരു പോയിന്റ് എടുത്തപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എവിടെ ഇരിക്കുന്ന സേഫ്? ആ കണ്ടക്ടറിന്റെ അകത്തിരിക്കുന്ന സേഫ്, പുറത്തിരിക്കുന്നതിനെക്കാട്ടി സേഫ് ഇവിടെ അകത്തിരിക്കുന്നതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അടുത്ത് ഞാൻ നോട്ടാക്കിയിട്ടൊന്ന് പറഞ്ഞുതരുവാണെങ്കിൽ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. എന്താണ്, പുറത്താണെങ്കിൽ ഇത് യൂസ് ചെയ്യുക, അകത്താണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക. ഇത് ഇടക്കിടക്ക് ചോദിക്കാറുള്ളതാണ്. ഇൻസൈഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവും, വൺ വേർഡ് ആയിട്ട് ഇടക്കിടക്ക് വരാറുണ്ട്. സോ എന്തെങ്കിലും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു വീഡിയോ കിട്ടരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാവാത്തത് നിങ്ങൾ ദയവായിട്ടൊന്ന് പറയുക. കാരണം ഞാൻ സ്പീഡിൽ എടുത്തു, എനിക്ക് ഒന്നാമത് ചുമയും കാര്യങ്ങളും പനിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്ന് പറയുക, അങ്ങനെ അപേക്ഷിക്കുകയാണ്. കാരണം ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കത്തൂല. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലായെങ്കിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നേരിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്ത് തരാം. ഒരു മടി ഞാൻ കാണിക്കില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ നടത്തുന്നത്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മൾ മുന്നിൽ പോകും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട്, എടാ ഇതിപ്പോൾ ഇങ്ങനെ വന്നത്, ഇതെന്തുകൊണ്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ വീഡിയോ ഷുവറായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണോടാ? സോ നമുക്ക് എന്ത് ചെയ്യാം, പറ്റുകയാണെങ്കിൽ നോട്ടാക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. നോക്കാം നമുക്ക് എന്താ അവസ്ഥ. ഓക്കെ അല്ലടാ? എടാ, ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് നോക്കാം. അതായത് ഇൻസൈഡിലാവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, സർഫസിലാവുമ്പോൾ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട്, ഔട്ട് സൈഡിലാവുമ്പോൾ ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫ് വരുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. ഇലക്ട്രിക് ഫീൽഡും ആരും തമ്മിലാണ് ഗ്രാഫ് എന്നറിയോ, നമ്മുടെ ഡിസ്റ്റൻസ് ടു ദ പോയിന്റും തമ്മിലാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസ് ടു ദ പോയിന്റും തമ്മിലൊരു ഗ്രാഫ് ഉണ്ട്. അപ്പോൾ അതായത് ഞാനിവിടെ 2-3 പോയിന്റ് അടയാളപ്പെടുത്താം. നോക്കിക്കോ, സ്മോൾ ആർ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ഗ്രാഫ് ഇത്രേ പറയുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം.
ഇത് ഒറിജിൻ ആണ്. അതായത് നിങ്ങൾ എന്താടാ സെന്ററിൽ നിന്ന് ആ റേഡിയസിലേക്ക് എന്ന് പറയുമ്പോൾ എന്താടാ നോക്കി, ഇതാണ് നമ്മുടെ സ്ഫിയർ, സെന്റർ ആണ് 0 എന്ന് പറയുന്നത്. അവിടുന്ന് റേഡിയസിലേക്ക് എന്ന് പറയുമ്പോൾ പോയിന്റ് എവിടെ ഉണ്ടാവുക, സർഫസിലാണ് ഉണ്ടാവുക. അപ്പം അതുവരെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്താടാ, അതുവരെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. നോക്കി, ഇലക്ട്രിക് ഫീൽഡിന്റെ അവസ്ഥ എന്താ, ഇൻസൈഡ് അല്ലടാ. അതായത് ഈ ഒരു പോയിന്റ് എവിടെ ഉണ്ടാവുക, ഇൻസൈഡ് ആണ് ഉണ്ടാവുക. ഇത് മുതൽ ഇതുവരെ എവിടെ ഉണ്ടാവുക, ഇൻസൈഡ് ആണ് ഉണ്ടാവുക. ആ ഇൻസൈഡിലാവുമ്പോൾ ഈ ഒരു ആറിൽ തട്ടൂല കേട്ടോ. ആ ഇൻസൈഡിലാവുമ്പോൾ എന്താ അവസ്ഥ, ആ ആറിൽ മുട്ടൂല. അതായത് ഇത് മുതൽ ഇതുവരെ എന്താ അവസ്ഥ, ആ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇത് മുതൽ ഇതുവരെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇനി സർഫസിലാവുമ്പോൾ ഒരു വാല്യൂ ഉണ്ടല്ലോ. ആ സർഫസിൽ എന്ന് പറയുമ്പോൾ ആറിലാവുമ്പോൾ ഒരു വാല്യൂ ഉണ്ടല്ലോ. എത്രയാണ് ആറിലാവുമ്പോഴുള്ള വാല്യൂ എന്താ നോക്കി, ആറിലാവുമ്പോഴുള്ള വാല്യൂ നോക്കി എന്താണ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, σ/ε0 ആണ്. ഇനി ഔട്ട് സൈഡ് ആകുമ്പോൾ ഒരു വലിയ വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്, ഇങ്ങനെ വരും. എപ്പോഴെങ്കിലും ഇവിടെ തട്ടോ ഇല്ല, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്താണ് 0 ആവില്ല എപ്പോഴാണ് മാത്രമാടാ ഇതെവിടെയാണ്, ഇൻസൈഡ് ആണ്. ഈ ഒരു പോയിന്റ് എവിടെയാണ്, ഇൻസൈഡ് ഉള്ള കാര്യമാണ് പറയുന്നത്. ഇതെവിടെയാണ്, ഇത് സർഫസിലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇതെവിടെയാണ്, ഔട്ട് സൈഡ് ഉള്ള കാര്യമാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അതിൽ പറയുന്നത്. ഈ ഗ്രാഫ് ഇത്രയേ ഉള്ളൂ. 6 നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു, സ്മോൾ r ഉണ്ട്. ഇൻസൈഡ് വരെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പിന്നെ എപ്പോഴും ആറിലെത്തുമ്പോൾ ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യും. ഇവിടെ മാക്സിമം വാല്യൂ ആർക്കാണ്, സർഫസിലുള്ളപ്പോഴാണ്. പിന്നീട് എന്ത് ചെയ്യും, ഇതിങ്ങനെ കുറഞ്ഞു വരും. കാരണം എന്താണ്, ഔട്ട് സൈഡിൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് r² ആണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൂളംസ് ലോ കൂടി ഒന്ന് ഡിറൈവ് ചെയ്തിട്ട് ഈ പാർട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ ഉണ്ടോ? ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഈ ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റ് ഡെറിവേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ടൈക്ക് സ്ഫിയറിന് ഒരു തൃപ്തിയായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇടയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കൂളംസ് ലോ ഫ്രം ഗോസസ് ലോയിൽ നിന്ന് നമ്മൾ കൂളംസ് ലോയിലേക്ക് എത്താൻ പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ അഥവാ ഒരു ക്വസ്റ്റ്യൻ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ പെടാതിരിക്കാൻ വേണ്ടി നമുക്കതൊന്ന് പഠിക്കാം. ഇത്രയുള്ള നോക്കിക്കോ. ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഒരു പോസിറ്റീവ് ചാർജിനെ കൺസിഡർ ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പോസിറ്റീവ് ചാർജിനെ കൺസിഡർ ചെയ്യാണ്. ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ ഒരു P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഈ ഒരു ചാർജ്, ഈ ഒരു പോസിറ്റീവ് ചാർജ് P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒന്നേ നിങ്ങൾക്ക് കൂളംസ് ലോ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ഗോസസ് ലോയിൽ നിന്ന് എത്തുന്നതുകൊണ്ട് നമ്മളിവിടെ ഏത് ലോ യൂസ് ചെയ്യൂടാ, ഗോസസ് ലോ യൂസ് ചെയ്യും. അപ്പൊ എന്താ ഗോസസ് ലോ പറയുന്നത്, നിങ്ങൾക്ക് ഏത് പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണോ കണ്ടത് അതിനൊരു ഗോസൻ സർഫസിനുള്ളിൽ എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യുക. അപ്പൊ ഞാൻ എടുക്കുന്ന ഗോസൻ സർഫസ് എന്താണ്, സ്ഫിയർ തന്നെയാണ്. ഞാൻ എടുക്കുന്ന ഗോസൻ സർഫസ് എന്താണ്, സ്ഫിയർ ആണ് ഞാൻ എടുക്കുന്ന ഗോസിയൻ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് എന്തായിട്ട് വരും, സ്മോളർ ആയിട്ട് വരും. എന്ത് ചെയ്തു, ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു, അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ പണി, ഒരു പണിയില്ല. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാം ആദ്യം. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആദ്യം കാണുക. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എനിക്ക് എന്താ കണ്ടെത്തേണ്ടത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഇത്ര ടൈം ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തിയത്. അപ്പൊ അതേ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds is equal to എന്താണ് E ഡോട്ട് അല്ലെങ്കിൽ ഫൈ എന്താണ് E ഡോട്ട് ds is equal to എന്താണ്, നമുക്കറിയാം ഫൈ is equal to E ഡോട്ട് ds ആണെന്ന് എഴുതാം. നമുക്ക് താൽക്കാലികം എന്ത് ചെയ്യാം, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ E is equal to എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് ds ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഫൈ E is equal to എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താണ് E ds cos തീറ്റ ആണെന്ന് എഴുതാം. ഇനി എന്താണ് തീറ്റ, എന്താ തീറ്റ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെയും എന്തിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്, ഈ dsന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പുറത്തേക്ക് നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഔട്ട്വേർഡ്. ഇവിടെ ചെറിയൊരു ds ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ഏരിയ വെക്ടർ എങ്ങോട്ടായിരിക്കും, സർഫസ് ഏരിയ വെക്ടർ ചെയ്താ ഇങ്ങനെ ആയിരിക്കും, പുറത്തേക്കായിരിക്കും ds. അങ്ങനെയാണെങ്കിൽ തീറ്റ is equal to എന്താണ്, 0 ഡിഗ്രി. നമ്മൾ എല്ലാപ്പോഴും ചെയ്യുന്ന സെയിം കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. സോ ഫൈ is equal to എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്താണ് ഈ ds cos 0 എന്തായി, അത് 1 ആയി പോയി. അപ്പൊ എന്താ, ഇത് ജസ്റ്റ് ഒന്ന് 1 ആയി പോയി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അങ്ങ് പുറത്തേക്ക് ഇടാം. കാരണം ഈ ഒരു ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ സെയിം ആണ്. കാരണം r ആണ് ഡിസ്റ്റൻസ്. നമുക്കറിയാം kq/r², r മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്, E ഇൻറ്റു ക്ലോസ്ഡ് ഇന്റഗ്രൽ ds ആണ്. നമുക്കറിയാം
ചെറിയ ചെറിയ ds കൂട്ടി വെച്ചാൽ മൊത്തം സർഫസ് ഏരിയ കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു എന്താണ് ഈ ഇൻറ്റു 4π ഏതാണോ റേഡിയസ് അതിന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ ആണ്. ഇനി നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ബൈ ഗോസസ് ലോ. ഇനി എന്താണ് ഗോസസ് ലോ പ്രകാരം എന്താ ബൈ ഗോസസ് ലോ. ഗോസസ് ലോ പറയുന്നത് എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു എന്താണ് ചാർജ് എൻക്ലോസ്ഡ് ബൈ എന്താണ് എപ്സിലോൺ 0 ആണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇനി എന്താണ് ഒന്നിന്റെയും രണ്ടിന്റെയും LHS എന്താണ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം RHSന് ഈക്വേറ്റ് ചെയ്യാം ഫ്രം ഇക്വേഷൻ 1 and 2. 1 ഉം 2 ഉം നോക്കുമ്പോൾ അതിന്റെ LHS ഈക്വൽ ആണ്, RHS ഈക്വൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 4πr² ഈക്വൽ ടു എന്താണ് Q ബൈ എപ്സിലോൺ 0. ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു എന്താണ് Q ബൈ അല്ലെങ്കിൽ 1/4π എപ്സിലോൺ 0 Q ബൈ r² എന്ന് എഴുതിക്കോട്ടെ. അതായത് 4π താഴെ ഉണ്ട്, r² താഴേക്ക് പോയി, ബാക്കി Q മേലെ ഉണ്ട്, എപ്സിലോൺ 0 താഴെ ഉണ്ട്. ഞാൻ ഒന്ന് മോടി കൂട്ടി എഴുതി സെറ്റപ്പ് ആക്കി എഴുതിയെന്നുള്ളൂ. ഇതാണോ ഇക്വേഷൻ? നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് നമുക്ക് കൂളംസ് ലോ വേണ്ടത്. പക്ഷെ നമുക്ക് എന്താ കിട്ടിയത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പൊ ഇനി എങ്ങനെ കൂളംസ് ലോയിലേക്ക് എത്തും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂളംസ് ലോയിലേക്ക് എത്താൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് കൂളംസ് ലോയിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു പണി ചെയ്യും. എന്താണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ക്യാപിറ്റൽ Q എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചോ. ഇഫ് വി പ്ലേസ് എ ക്യാപിറ്റൽ Q ചാർജ് ഓൺ P എന്താണ് ഓൺ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എന്ത് ചാർജ് ചെയ്യണം? ഒരു ടെസ്റ്റ് ചാർജ് Q എന്ന് പറയുന്ന ടെസ്റ്റ് ഡമ്മി ചാർജിനെ കൊണ്ടേ പ്ലേസ് ചെയ്യാണ്. ദെൻ എന്താ അപ്പോൾ force experienced by എന്താണ് അല്ലെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ആരുടെ മേത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ഓൺ ക്യാപിറ്റൽ Q എന്താവും അവിടെ നോക്കിയേ. നമുക്കറിയാം ഞാൻ ഇവിടെ ഒരു ചാർജ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഒരു പോസിറ്റീവ് ചാർജ് ആർക്ക് ഫോഴ്സ് കൊടുക്കൂടാ? ഈ ക്യാപിറ്റൽ Qക്ക് ഫോഴ്സ് കൊടുക്കും. അത് പുറത്തേക്കായിരിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അപ്പൊ ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം ഈ ഒരു ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഫോഴ്സിനെ കൊണ്ടുവച്ചാൽ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? EQ. അങ്ങനെ തന്നെയല്ലേ EQ ഏതാണോ ഇലക്ട്രിക് ഫീൽഡ് അത് ഇൻറ്റു ഏതാണോ ചാർജ്, ഏത് ചാർജിനാണോ ഫോഴ്സ് ഇടുന്നത് ആ ചാർജ്. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി എന്ത് കണ്ടുവച്ചിട്ടുണ്ടാ നോക്കിയത് മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ആരെ കണ്ടുവച്ചിട്ടുണ്ട്? കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ എന്താടാ F is equal to എന്താ നോക്കിയേ 1/4π എപ്സിലോൺ 0 Q. ഇവിടെ ആരുണ്ട്? Q ബൈ r² ഇൻറ്റു Q എന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? F is equal to 1/4π എപ്സിലോൺ 0 Q ബൈ r² എന്ന് എഴുതിക്കൂടെ? Q ബൈ എന്താണ് r² എന്ന് എഴുതിക്കൂടെ? ഇതെന്താണ് കൂളംസ് ലോ. കാരണം എന്താ Q1 Q2 ആണ് ഈ ക്യാപിറ്റൽ Q സ്മോൾ Q. നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ക്യാപിറ്റൽ Q ചാർജിനോ ടെസ്റ്റ് ചാർജിനെ കൊണ്ടിട്ട് എവിടെ പ്ലേസ് ചെയ്തു? പോയിന്റ് P പ്ലേസ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതിന് അനുഭവപ്പെടും. ആ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഓർഡർ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. F is equal to EQ ആണ്. ഈ ഓർഡർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. Q എന്ന് ചെയ്താൽ മതി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താണ്? ഇതാണ് കൂളംസ് ലോ. ഇതാണ് എന്ത് നമ്മുടെ കൂളംസ് ലോ. നമ്മൾ നോക്കിയാൽ ഒരു വ്യത്യാസമില്ലല്ലോ. എന്താ Q1 Q2 മാറിയിട്ടുണ്ടാവും. അതിന്റെ പകരം ഏതാണ് ചാർജ് അതുണ്ടാവും കൂളംസ് ലോ. അപ്പൊ ഇതിടയ്ക്ക് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് അങ്ങ് എഴുതി വെച്ച് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷൻ അതായത് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു പാർട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പാർട്ടിനോട് ചോദിക്കാം. ഏത് പാർട്ടിന് ഏതെങ്കിലും ഒരു ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി അത് ചെയ്യാം. എനിക്ക് ആകെ കൂടി പേടിയുള്ളത് ഗോസസ് ലോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആക്കി ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. ഇനി അഥവാ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വൺ ഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റെഡി ആവുന്നതിന്റെ പ്രതീക്ഷ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെല്ലാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാനും മറക്കണ്ട. സോ ബൈ.